മുസ്ലിമിലെയും ഹദീസുകൾക്ക് വിരുദ്ധമായിട്ട് അബൂദാവൂദിൽ ഹദീസ് ഉണ്ടാകുമോ? അപ്പോ പിന്നെ അതിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ബുഖാരിയിലെയും മുസ്ലിമിലെയും സഹീഹായിട്ടുള്ള ആ ഹദീസാണോ അതല്ല ഈ അബൂദാവൂദിലെ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ ന്യൂനതകളുള്ള ഹദീസാണോ നിങ്ങൾക്ക് വലുത്? ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ വ്യക്തമായി സന്തോഷമായിട്ട് ഇത് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അബ്ദുള്ള സാഹിബ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ അന്ന് സൂചിപ്പിച്ചതിനെ കുറിച്ച്. ആ സമയത്ത് തന്നെ ഞാൻ മൈക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ വിവരം ഇല്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന്. പിന്നെ ഒരു മറുപടിയും പറയാനില്ലാത്തതിന് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്ന ഒരു രീതി ശരിയല്ല. ഒരാൾ അത് ആ സമയത്ത് തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതന്ന് കേട്ട അന്ന് ഈ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും അത് കേട്ടിരിക്കാം. വീണ്ടും വീണ്ടും അത് ആ ബുലൂഗിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉസ്താദിനോട് പറയാനുള്ളത് എന്ത് ചോദിച്ചാൽ, 10:30 ഞാൻ പറഞ്ഞല്ലോ, 10:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇതിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റും. ഞാൻ പിന്നെ എന്താണ് പോയി അറിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പരാതി വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ ഓഫീസിലാണ്, ഇവിടെ മുതിർമാരെ പല ആളുകളും വരും, ചിലപ്പോൾ ചില സമയത്ത് എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ക്ലോസ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നമ്മളിവിടെ വന്ന് ഇതിലിരിക്കാനല്ലല്ലോ, നമ്മൾ ഒഴിവിലാണ് ഇതിങ്ങനെ എന്ത് ചെയ്യണത്, ഫ്രീ കിട്ടുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ അബൂദാവൂദിലെ ഹദീസിനെ കുറിച്ച് എന്താണ് സംസാരിച്ച്, അത് മറ്റുള്ളതായിട്ട് വൈരുദ്ധ്യമാകുമോ ഇല്ലേ എന്നുള്ളതാണ്. അബൂദാവൂദിലെ ഹദീസ് എന്താണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നാ പറഞ്ഞത്. ഇതുപോലൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ഹലാലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹലാലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ ബുഖാരി മുസ്ലിം ഹലാലാക്കിയ കാര്യം അബൂദാവൂദ് ഹറാമാക്കി എന്ന് ഞാൻ പറഞ്ഞ ഓക്കെ, ആണ് ശരി. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് അതിൽ, നിങ്ങൾ സംസാരിച്ച ഹദീസിൽ അങ്ങനെയല്ലല്ലോ. അപ്പൊ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ അബൂദാവൂദിലെ ഹദീസിൽ അനവധി നിരവധി ന്യൂനതകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ന്യൂനത എന്താണ് പറയാത്തത്? ആ ന്യൂനത ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണ ആ രീതി സ്വീകരിക്കല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ ഫർഹാൻ, അൽഹംദുലില്ലാ, ഞാൻ ഈ വിഷയത്തിൽ അൽഹംദുലില്ലാ സംസാരിക്കാനായിട്ട് തന്നെ പിന്നെ അള്ളാന്റെ തൗഫീഖോടുകൂടെ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് സംസാരിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നില്ല? ഇവിടെ ഉത്തരം പിന്നെ ഹലാലിന് തെളിവ്, ഹലാലിന് പ്രത്യേകിച്ച് തെളിവ് വേണോ? അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അത് പറയാം. ബുഖാരിക്കും മുസ്ലിമിനും അബൂദാവൂദിൽ വന്നോ എന്ന് നിങ്ങൾ പറയുന്ന ഈ ഹദീസ് എതിരാണോ എന്നുള്ള എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസ് ആ ഹദീസാണോ അതല്ല അബൂദാവൂദിലെ ഈ ഹദീസാണോ വലുത്, ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതിലും നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. രണ്ട് ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറെ തവണ ചോദിച്ചതായിരുന്നു, അതുകൊണ്ട് എന്നിട്ടും നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ഇനിയും നിങ്ങൾ അതിന് ഉത്തരം പറയുന്ന എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു. കാരണം ബുഖാരിയിലെ ബാബു ഹുസ്നിൽ മആശിറ മഅൽ അഹ്ലി എന്ന് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ള ആ സംഭവം ഞാൻ പറഞ്ഞു. പെരുന്നാൾ ദിവസം അള്ളാന്റെ റസൂലിന്റെ അടുത്തുള്ള സംഭവം ഞാൻ പറഞ്ഞു. അതൊക്കെ പിന്നെ 916 കാരറ്റ് പോലുള്ള ഹദീസുകളാ. ഇനിയും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാനുണ്ട്. ബുഖാരിന്റെ ഹദീസ്, മുസ്ലിമിന്റെ ഹദീസ്, സംഗീതം പ്രവാചകൻ തന്നെ ആസ്വദിച്ചു എന്ന് പറയുന്ന സംഭവ ഹദീസുകൾ, സ്വഹാബികള് സംഗീതം മആസിഫ് അടക്കമുള്ള സംഭവം അത് വായിച്ചു എന്നുള്ളത്, അതുപോലെ താബിഈങ്ങള് സംഗീതം ഉപയോഗിച്ചു, വാദ്യോപകരണങ്ങൾ കണ്ടു, പിന്നെ ആസ്വദിച്ചു, അനുഭവിച്ചു, പ്രയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ രേഖാസഹിതം നമ്മൾ ഉദ്ധരിക്കാം. പക്ഷേ അതൊക്കെ അവിടെ വരട്ടെ. നമ്മൾ ധൃതി കാണിക്കണ്ട.
നമുക്കൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം അല്ല ഇനി ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യം, നിങ്ങളിപ്പോ അബൂദാവൂദിലെ ആ പിന്നെ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അതിന്റെ അർത്ഥം ഒന്ന് നിങ്ങൾ പറയൂ, അതിന്റെ അർത്ഥം ഒന്ന് നിങ്ങളൊന്ന് പറയൂ, അതാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, അടുത്ത വേറെ ചോദ്യം, ആദ്യത്തെ രണ്ട് ചോദ്യം തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം, നിങ്ങൾ മറുപടി പറയുന്ന എനിക്ക് പിന്നെ ഒരു പ്രതീക്ഷയില്ല. ഇതിന്റെ ഈ ഹദീസിന്റെ അർത്ഥം ഒന്ന് പറയൂ, നിങ്ങളിപ്പോ വായിച്ച ഹദീസിന്റെ അർത്ഥം ഒന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിക്കുമ്പോൾ മണിനാദം പോലെ ശബ്ദത്തോടെയായിരുന്നു എന്ന് മഹാനായ അമാനി മൗലവി റഹിമഹുല്ല തന്റെ പിന്നെ ഖുർആൻ വിവരണത്തിന്റെ 1-ാം വാള്യത്തിന്റെ 22-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ അബൂ ഫർഹാൻ പറയാനുള്ളത് എന്നുകൂടെ പറയാൻ താല്പര്യപ്പെടുന്നു. മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ ഇപ്പൊ ചോദ്യം ഫുള്ള് ഇങ്ങോട്ടാണല്ലേ? നമ്മൾ ക്ലാസ് റൂമിൽ വന്നിട്ട് അങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് കാര്യങ്ങൾ പഠിക്കാന്ന് വിചാരിക്കുമ്പോ ഇപ്പൊ ഒരു ചോദ്യം അവിടെ വെക്കട്ടെ, 2 ചോദ്യം അവിടെ വെക്കട്ടെ, 3-ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഇത് ഫുള്ള് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാനാണ് പിന്നെ ഈ ക്ലാസ് റൂമിൽ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. ഉസ്താദിന്റെ അടുത്ത് ഇതിന് വ്യക്തമായിട്ടുള്ള പ്രമാണബദ്ധമായിട്ടുള്ള തെളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇവിടെ വന്നത്. അന്ന് നിങ്ങൾ ഉസ്താദ് ഇല്ലാത്തൊരു സമയത്ത് വേറൊരു ഉസ്താദ് വന്നിട്ട് അയാളുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അയാളന്ന് ദഫും സംഗീതം ഹാർമോണിയം ഒക്കെ ഒന്നാണ്, അതൊക്കെ ഒരേ ലെവലിലാ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അയകുമ്പോ സംസാരിച്ചപ്പോൾ ഞാൻ അന്ന് പറയുണ്ടായി, ഞാൻ ഇങ്ങനത്തെ ഒരു ഉത്തരമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് പ്രമാണബദ്ധമായിട്ടുള്ള ഉത്തരം വേണം, അതിന് ഉസ്താദ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അന്ന് പോയി. ഇപ്പൊ ഉസ്താദ് എന്താണ് ഇപ്പൊ ഈ 2 ചോദ്യം ഇപ്പൊ പെൻഡിങ്ങിൽ കിടത്തിയിട്ട് ഇപ്പൊ 3-ാമത്തെ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇതെന്താണിത്? അത് ശരി. അപ്പൊ നിങ്ങളെ താല്പര്യം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ ഇതുവരെ എന്താണ് ഇന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആളുകള് നിങ്ങളിപ്പോ ഇതിൽ നിന്ന് എന്താണ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഹദീസിന്റെ ന്യൂനത, എന്താണ് അതിന് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരൂ. അതിനുശേഷം നമുക്ക് ബുഖാരിയിൽ നിങ്ങൾ പിന്നോട് ഇങ്ങോട്ട് പറഞ്ഞ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യാലോ. ബുഖാരിയിലെ ഹദീസ് മാത്രമല്ല, പല ഹദീസും നമുക്ക് ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അത് ഈ ഹദീസിനെ കുറിച്ച് ഞാൻ ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി തരും, അത് പിന്നെ പറയാറിട്ട് അന്ന് 10:30 എനിക്ക് ഇറങ്ങിപ്പോണ്ടി വന്നത്. അത് എന്റെ തെറ്റല്ല. നിങ്ങൾ ഇത്രയും പ്രാവശ്യം ചോദിച്ചിട്ടും വീണ്ടും വീണ്ടും പറഞ്ഞത് ഞാൻ പറഞ്ഞു തരാം, ഇതിന് മറുപടി പറയും, ഇതിന് വൈരുദ്ധ്യം ഉണ്ടാകുമോ? ഞാൻ വൈരുദ്ധ്യം ഉണ്ടാവുമെന്ന് ഒറ്റയടിച്ച് നിങ്ങളോട് പറയാം. അതിനെക്കുറിച്ച് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, അത് ഒറ്റയടിക്ക് പറയാൻ എനിക്ക് കഴിയൂല, ഞാനത് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കി വരട്ടെ, എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം. ഞാൻ അതാന്ന് പറഞ്ഞു. അപ്പൊ ഇനിയെങ്കിലും ഉസ്താദ് ഈ വിഷയത്തിൽ സംസാരിക്കണം. പിന്നെ ഇതിന്റെ അർത്ഥം പറയണമെന്നില്ല, അർത്ഥം ഉസ്താദിനെ തന്നെ വായിച്ചറിയല്ലോ. ഞാനൊന്ന് വായിച്ചെന്നതാണ്, എനിക്കത് വ്യക്തമായിട്ട് വായിച്ചെന്നാണ്. എനിക്കറിയാം സയ്യിദ് സുലൈമിക്ക് അർത്ഥം അറിയോ അറിയില്ലെന്നൊക്കെ. അപ്പൊ അതൊക്കെ താങ്കൾക്ക് അറിയുന്ന കാര്യമാണ്, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നിങ്ങളിപ്പോ ഈ ഹദീസ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുഖാരിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ ബുഖാരിന്റെ ഒരു ഹദീസ് പറഞ്ഞപ്പോ അതിന് നിങ്ങൾ പറഞ്ഞു അത് സ്വീകരിക്കുവാനോ തള്ളുവാനോ ഞാനല്ല. ഈ ഉത്തരം കേൾക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം കാത്തിരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് വ്യക്തത മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് ചോദ്യം ഇട്ടിരുന്നു. ആ ചോദ്യത്തിന് മറുപടി കൊടുത്ത് നിങ്ങൾക്ക് ചോദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മറുപടി കൊടുത്താൽ മതി. അതാ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഹദീസിനെ കുറിച്ച് പാണ്ഡിത്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുഖാരി നിങ്ങൾ ചർച്ച ചെയ്യാന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് പാണ്ഡിത്യമില്ല എന്നാണ് നിങ്ങളിപ്പോ അന്ന് പറഞ്ഞതിന്റെ വിവരണമായി ഇന്നും പറഞ്ഞത്. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ഈ 2 ദിവസമായിട്ട് ആ ഹദീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങളൊരു സത്യാന്വേഷണം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് സൈസലിമി മറുപടി വിളിക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ ചോദ്യങ്ങളൊന്നും അബൂ ഫർഹാന് തീരെ പിടിക്കുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്ന് മറുപടി പറയാൻ ഇത്ര പ്രയാസം എന്താ? ശരി, ഞാൻ പിന്നെ 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്, അതിന് നമ്മുടെ അബൂ ഫർഹാൻ മറുപടി പറയുന്നില്ല. പിന്നെ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകൾക്ക് വിരുദ്ധമാണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്ന് ഒന്നങ്ങോട്ട് തിരിയട്ടെ. ഞാന് ഇതിന്റെ അർത്ഥം, നിങ്ങൾ അർത്ഥം ഒന്ന് പറയണം കേട്ടോ. അർത്ഥം എനിക്ക് പിന്നെ അറിയൂലേ എന്നുള്ള വേറെ കാര്യം. നിങ്ങൾ അത് ചിരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നിൽക്കണ്ട. നിങ്ങൾ
അതിന്റെ അർത്ഥം പറയും. നിങ്ങളാണല്ലോ അത് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അബൂദാവൂദിലെ ആ ഹദീസിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറയൂ, ഒന്ന് പറയൂ. നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഈ വിഷയത്തിൽ നിങ്ങളടുത്ത് ന്യായമുണ്ടെങ്കിൽ, സംഗീതം പിന്നെ ഹറാമാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രഖ്യാപിക്കാൻ തയ്യാറാണ്, അംഗീകരിക്കാൻ തയ്യാറാണ്. അത് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഹദീസിന്റെ അർത്ഥം ഒന്ന് പറയും. എന്നിട്ട് നമുക്ക് അതിന്റെ ന്യൂനതകളിലേക്കൊക്കെ പോണേ. 10:30 മണിയാകാൻ ഇനി കുറച്ച് സമയമുള്ളൂ. അപ്പോ എത്രയും പെട്ടെന്ന് അതിന്റെ അർത്ഥം പറയും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും. അപ്പൊ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അന്ന് അനവധി നിരവധി ന്യൂനതകൾ ഉണ്ട് സംസാരിക്കല്ല. അത് അന്ന് ഇങ്ങോട്ട് അർത്ഥം ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തെത്തിട്ടില്ല, അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പൊ എന്നെ കൊണ്ട് ഇപ്പൊ ഞാൻ അർത്ഥം പറയിപ്പിക്കുകയാണ്. എന്നിട്ട് അയിമ എന്തേലും പിടിക്കാനല്ലേ? അത് ശരി. അപ്പൊ ഇതാണ് അപ്പൊ ഇത് ഒരു നല്ല രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. എത്ര ഹദീസ് ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ചു തരണം സംഗീതം ഹറാമെന്ന് പറഞ്ഞിട്ട്? പണ്ഡിതന്മാരുടെ റിവായത്തുകൾ എത്രയുണ്ട്? എത്ര ഫത്തുകൾ ഞാൻ വായിച്ചു തരാൻ വേണമെങ്കിൽ? നിങ്ങൾ അന്ന് എന്നോട് സംസാരിച്ചിരുന്ന, ഞാൻ നിങ്ങളോട് ഒരു ഹദീസ് പറഞ്ഞിരുന്നു, സൗത്താനി വൽഊനാനി ഫിദ്ദുനിയ വല്ലാഖിറ സുമാറിന്റെ നിഅമതി വറന്നത്തിൻദൽ മുസീബ. ആ ഹദീസിനെ കുറിച്ച്, ആ ഹദീസ് മഹാനായ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്ത് സ്വഹീൽ കൊടുത്തിട്ടുള്ള ഹദീസാണത്. ഹസനിന്റെ ദർജയുള്ള ഹദീസാണത്. പക്ഷെ അന്ന് നിങ്ങൾ എന്താ അതിനെ കുറിച്ച് പറഞ്ഞത്? അത് ഹദീസല്ല, അത് ഹദീസല്ല എന്നാ പറഞ്ഞത്. അത് സ്വീകരിക്കാൻ പറ്റൂല. ഓക്കെ, ആ വിഷയത്തിലേക്ക് പോണില്ല. പക്ഷെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത്. ഇപ്പൊ നിങ്ങള് ഇത്രയും സമയമായിട്ടും ഒരു ന്യൂനതയെങ്കിലും നിങ്ങൾ പറയും, ഒരു ന്യൂനതയെങ്കിലും ഹദീസിനെ കുറിച്ച് നിങ്ങൾ പറയും. അത് പറയാതെ നിങ്ങൾ ഇന്നെ കൊണ്ട് അർത്ഥം വായിപ്പിക്കാൻ ഇന്നോട് ചോദിക്കണം. അബൂബക്കറിന് കഴിയൂല, ഉത്തരം പറയാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞ ആ രീതി സ്വീകരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒറ്റ സെക്കൻഡ്, സൈഫ് സുല്ലമി മറുപടി പറഞ്ഞ ഇടയ്ക്ക്. പിന്നെ ഇവിടെ നമ്മൾ ഇതൊരു ക്ലാസ് റൂം ആണല്ലോ. ഇതിൽ ഒരുപാട് ആളുകളെ പിന്നെ ഞങ്ങളൊക്കെ കേൾവിക്കാരുണ്ട്. ഈ കേൾവിക്കാര് ഇങ്ങനെ ആരെങ്കിലും വരുന്ന സമയത്ത് അവരുടെ ചോദ്യങ്ങളും അവരെ പിന്നെ അതിനുള്ള മറുപടിയും ഇതിൽ ഞങ്ങൾക്ക് ചോദ്യത്തിൽ നിന്നും പഠിക്കാണ്ട് അങ്ങനെയുള്ള ഒരു പിന്നെ അവസ്ഥയിലാണ് ക്ലാസ് റൂം ഉള്ളത്. പിന്നെ ഇതിൽ രണ്ടു കൂട്ടരും പിന്നെ ഇതിപ്പോ അബൂഹുറൈറയാണെങ്കിൽ എന്താണ് പറയാനുള്ളത് അർത്ഥം ചോദിച്ചാൽ അത് മൗലവിമാർക്ക് പഠിക്കാനല്ല, നിങ്ങൾക്ക് രണ്ടാർക്കും പഠിക്കാനല്ലല്ലോ ഇപ്പൊ ഈ പറയണത്. യഥാർത്ഥത്തിൽ നിങ്ങളൊരു പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ പിന്നെ സുല്ലമി പഠിക്കാൻ പോണില്ല, ഇവിടെ അബൂഹുറൈറയും പഠിക്കാൻ പോണില്ല. ഇവിടെ യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടരും ഉദ്ദേശിക്കുന്നത് ഈ ഇരിക്കുന്ന ആളുകളെ ഞങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ള സ്ഥിതിക്ക് ദയവായിട്ട് അബൂഹുറൈറയും അതിന്റെ പിന്നെ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഈ പറയണീന്റെ അർത്ഥം പറഞ്ഞു തരാനുള്ള പിന്നെ അതാണല്ലോ ഇവിടെ യഥാർത്ഥമാണ് നടക്കുന്നത്. ഇന്ന് നടക്കുന്ന ചർച്ചകൾ മൊത്തം എവിടെ നടക്കുന്ന ചർച്ചകളും നമ്മൾ സ്വയം നന്നാകുക എന്നുള്ളതിനെക്കാട്ടി അപ്പുറമായിട്ട് മറ്റുള്ളവർ നന്നാകുക എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരും വേറിട്ട് കാണില്ല. ഞാൻ ഇതില് പിന്നെ നിങ്ങൾ അബൂഹുറൈറ മനസ്സിലാക്കുക, ഞാൻ ഇതിൽ സുലൈമിനും വേറിട്ട് കാണില്ല, ഞാൻ ഇതിൽ അബൂഹുറൈറയും വേറിട്ട് കാണില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ പിന്നെ ക്ലാസ് റൂമിലുള്ള ബാക്കിയുള്ള ആളുകൾ മൊത്തത്തില് 57 ആളുകളിൽ 3 ആള് മാറി നിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ആള് മാറി നിന്നാല് ബാക്കിയുള്ള 55 ആളുകളും ഞാൻ പറഞ്ഞോട് പിന്തുണക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി ആരെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടെങ്കിൽ ഇത് അബൂഹുറൈറയുടെ ഭാഗത്തുനിന്ന് ഒന്നും പറയേണ്ടതില്ല അല്ലെങ്കിൽ പിന്നെ എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും തന്നെ മൈക്കിൽ ഒന്ന് കണ്ട് മറുപടി പറയാവുന്നതാണ്. മൈക്ക് ഫ്രീ ആകും. അസ്സലാമലൈക്കും. ബഹുമാട്ട അബൂഹുറൈറ, നിങ്ങളിപ്പോ അതിന്റെ അർത്ഥം പറഞ്ഞില്ലേ, നിങ്ങൾ അഭിമാനത്തിന് ഒരു ക്ഷതവും പറ്റുന്നില്ല. അഥവാ നിങ്ങൾ പരീക്ഷപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് 1-ാം സ്ഥാനം കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ പറഞ്ഞ അർത്ഥം, കാരണം നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥം എന്താണ്, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ആയിരിക്കണം സൈഫ് സുല്ലമി ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു നോക്ക്, എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഏതായാലും ഇതിങ്ങനെ നീണ്ടു 10 വരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമല്ലോ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ ക്ലാസ്സിലുള്ള ആളുകളെ മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അതുകൊണ്ടാണ് ആദ്യത്തെ 2 ചോദ്യങ്ങൾ അതിനെ
അദ്ദേഹം ഉത്തരം പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മളത് മാറ്റിവെച്ചത്. വീണ്ടും വേറെ 2 ചോദ്യങ്ങൾ ചോദിച്ചു. അതും അദ്ദേഹത്തിന് പ്രയാസമാണ്. വേണ്ട, എന്നതിന്റെ അർത്ഥം എന്ന് പറയൂ, ഈ ഹദീസിന്റെ അർത്ഥം. അദ്ദേഹം അതിനും തയ്യാറാകുന്നില്ല. ഞാൻ പറയുന്നു, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, ആ ഹദീസ് അത് സഹീഹാണ് എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, അത് സഹീഹാണെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ, അത് സഹീഹാണെന്നുള്ള വാദം നമുക്കില്ല, അങ്ങനെ സങ്കൽപ്പിച്ചാൽ തന്നെ ആ ഹദീസ് മ്യൂസിക് ഹറാമാണെന്ന് അതിലില്ല. മ്യൂസിക് ഹറാമാണ് എന്ന് ആ ഹദീസ് കൊണ്ട് തെളിയിച്ചാൽ, അത് മ്യൂസിക് എന്നൊരു പദമല്ല, സംഗീതം എന്ന അർത്ഥം കിട്ടുന്ന ഒരു പദം അതിലില്ല. അത് ആ ഹദീസിന്റെ അർത്ഥം അതുകൊണ്ട് വായിക്കാൻ വേണ്ടി പറയണത്. ഒന്ന് പറയൂ അതിന്റെ അർത്ഥം. അതിൽ ഏതാണ് അതിൽ ഇപ്പൊ ഈ സംഗീതം ഹറാമെന്നുള്ളിൽ ആ ഹദീസിൽ ഏതാണ് വാക്കുള്ളത്? ഒന്ന് പിന്നെ പറഞ്ഞൂടെ, ഒന്ന് പറയൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. അതില് സംഗീതം എന്നുള്ളൊരു പദമല്ല, ഈ വാക്കൊക്കെ എവിടുന്നാണ് കടമെടുത്തെന്നുള്ളത് എല്ലാവർക്കും കേൾക്കുന്നവർക്കൊക്കെ അറിയാം. സംഗീതത്തിന്റെ പദം എവിടെ, സംഗീതത്തിന്റെ പദം എവിടെയെന്ന് ചോദിച്ചിനല്ലോ. അത് ആരോടാ ചോദിച്ചിനെന്നും അറിയാം. അപ്പൊ ഇന്നോട് എന്താണ് അർത്ഥം ചോദിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഉസ്താദ് നിങ്ങൾക്ക് അതിലിപ്പോഴും നിങ്ങൾ പറഞ്ഞ അത് സ്വഹീഹാണെങ്കിൽ പോലും അതിലെന്തുണ്ട്, സംഗീതത്തിന്റെ പദമില്ല. അപ്പൊ സംഗീതത്തിന്റെ പദം എന്താണോ? സംഗീതത്തിന്റെ പദം ഉണ്ടെങ്കിലേ അത് ഇതാവുള്ളൂ. എത്ര പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഈ എന്താണ് സംഗീതത്തെ ഹറാമാണെന്ന് പറഞ്ഞിട്ട് എത്ര പണ്ഡിതന്മാർ ഫത്വ ഇറക്കി, എത്ര പണ്ഡിതന്മാർ എത്ര ഹദീസുകളിലും അതുപോലെ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഖുർത്തുബി അദ്ദേഹം പറയും, അമ്മൽ മസാമിറു വൽ ഔതാറു വൽ ഖൂബത്തു ഫലാ യുഖ്തലിഫു ഫീ തഹ്രീമി ഇസ്തിമാഇഹാ വലം അസ്മഅ അൻ അഹദിൻ മിമ്മൻ യുതബറു ഖൗലുഹു മിന അസ്സലഫി വഅഇമ്മത്തിൽ ഖലഫി മയബീഹു ദാലിക ഫകൈഫ ലാ യഹ്റമു വഹുവ ശിആറു അഹ്ലിൽ ഖുമൂരി വൽ ഫുസൂഖ്. അത് കള്ളുകുടിയന്മാരുടെയും ഫാസിഖുകളുടെയും അടിയാളാണ് മ്യൂസിക്. അതുകൊണ്ട് എങ്ങനെയാണ് അതിനെ ഹലാലാക്കി ചോദിക്കേണ്ടായി. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളൊക്കെ ഹലാലാക്കും. അത് ഹറാമാണെന്നല്ല അതിന്റെ അർത്ഥം. ഹറാമായ കാര്യത്തെ അവർ ഹലാലാക്കുക എന്നുള്ളൊരു ഹദീസ് കാണുമ്പോൾ അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഓൾറെഡി അത് ഹറാമാണ്. പക്ഷെ ഒരു കാലഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യും, ജനങ്ങൾ അതിനെ ഹലാലാക്കും എന്ന് പറയുകയുണ്ടായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്ര നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹലാലാന്നിങ്ങനെ വാദിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ? അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കാതെ 2 ചോദ്യം 4 ചോദ്യം മാറ്റിവെക്കാതെ ഉസ്താദിൽ നിന്ന് ഉത്തരം ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിവിടെ വേറെ മലപ്പുറംകാരൻ അദ്ദേഹം പറഞ്ഞതിൽ വളരെയധികം പ്രയാസം തോന്നി. കാരണം 58 ആളുകൾ ഇവിടെ ഇങ്ങനെ വേറെ ഉണ്ട് പുറത്ത്. നമ്മൾ രണ്ടാൾ ഒഴിവായാലും ബാക്കി 56 ആളുണ്ട്. അപ്പൊ അവർക്കിതൊരു എന്താണ് ബുദ്ധിമുട്ടും പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താ ചെയ്യാ, ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉസ്താദുമാരെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, എന്റെ സംശയം തീർക്കാം. അല്ലാതെ ഉസ്താദ് വീണ്ടും എന്നോട് ഇങ്ങോട്ട് 4 ചോദ്യമായി എന്നോട് ഇങ്ങോട്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചതിന് മറുപടി ഇല്ല. ഞാൻ അവിടുന്ന് ഒരു പ്രതീക്ഷയും അവിടുന്ന് ഒരു മറുപടി ആഗ്രഹിച്ചിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് ചോദ്യം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. പിന്നെ ഫർഹാൻ സാഹിബേ, നിങ്ങൾ ഈ വളച്ചു പിടിക്കാനായിട്ട് എന്തിനാ ഇരിക്കുന്നത്? വളച്ചു പിടിക്കലിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ പറഞ്ഞത് എന്താ, ഈ 57 ആളുകൾ നിന്ന് 2 ആള് മാറ്റി 55 ആൾക്കാരും ഇരിക്കുന്നത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ പോണെന്നാ ആണോ? നിങ്ങൾ വന്ന് സംസാരിച്ചത് പ്രയാസം ഉണ്ടാക്കുന്നതാണ് ആണോ? ഇത് ഈ മലയാളം നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്തു, ഇതിൽ താല്പര്യമുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അതായത് അബൂബറാം ക്ലാസ് ഈ ചർച്ച നടത്തിയത് മോശമായി പോയി എന്നാണ് ഇതിനർത്ഥം. നല്ല മലയാളം പറഞ്ഞാൽ ഞാൻ മലപ്പുറക്കാരനാണ്, മലപ്പുറക്കാരന്റെ പിന്നെ ആ ഭാഷ ഒഴിവാക്കിയിട്ട് നല്ല ഭാഷ പറയുന്ന ആളുകൾ ഇതിലുണ്ടാവും. അവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർ പറഞ്ഞുതരും. അത് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ പറഞ്ഞ ഡോക്ടർ സെയ്ദ് സർഫ് എഴുതി പഠിക്കാനിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള അതിൽ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ MM വേങ്ങന്റെ എന്തെങ്കിലും പഠിക്കാനിരിക്കുക, അതോ പിന്നെ വരെ തമാശ ആണോ ഇരിക്കുക? അപ്പൊ ഇനിയിവിടെ ഇത് ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇപ്പൊ കുറെ ആളുകൾ പിന്നെ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ടാവും, ടെക്സ്റ്റ് അടിക്കാൻ പറ്റാത്തവരാണ്. ഇതിൽ പഠിക്കാനല്ല, ഇതാണ് പഠിക്കാൻ തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അബൂബക്കർ ഇവിടുന്ന് ഒഴിഞ്ഞു
ണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മോശമായി പോയി ഒന്നുമല്ല. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ആ കാര്യം വ്യക്തമായി തെളിയിച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അതില്ലേ? ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയാത്ത കാര്യമാണെങ്കിലോ ഞാനത് പറയാതിരിക്കുക. വ്യക്തമായിട്ട് അറിയാത്ത കാര്യമാണെങ്കിൽ ഞാനത് പറയാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ മാത്രം പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങളാണ് ഈ വാദമായിട്ട് വരുന്നത്, നിങ്ങൾ കൊണ്ടുവന്ന വാദമായതുകൊണ്ട് അത് ഈ ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ഒരു ബാധ്യതയും കൂടി ഉണ്ട്. അത് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കണ്ടേ, അതിനുള്ള ബാധ്യതയും കൂടി നിങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ ഈ എന്താണ് ഇവിടെ വന്നത് മോശമായി പോയി 100 വട്ടം സ്വാഗതം ചെയ്യാണ്. അബൂ ഫർഹാനെ 100 വട്ടം സ്വാഗതം ചെയ്യാണ്. ഇനിയും വരണം, ഇനിയും വരണം, ഇനിയും സംസാരിക്കണം. ഇനി പറയാനുള്ള കാര്യങ്ങളും കൂടി വ്യക്തമായിട്ട് പറയാം. മൈക്ക് ഫ്രീ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇവിടുന്ന് പോകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ അമുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ട് അവർക്ക് നമ്മൾ അവസരം കൊടുക്കാറുണ്ട്. അപ്പോ പോകാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അത് ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അർത്ഥം പറയാൻ പറഞ്ഞാല് അത് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ഖുർത്തുബിയിലെ ഇബാറത്ത് തെറ്റിയിട്ടാണെങ്കിൽ അത് വായിച്ചു. അങ്ങനെ ഖുർത്തുബിയിലെ ഇബാറത്തൊക്കെ വായിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഈ ഹദീസിന്റെ അർത്ഥം കൂടാ? കൂട്ടരെ, അതൊരു നല്ല ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ ഹദീസിന്റെ അർത്ഥം എന്ന് പറഞ്ഞൂടെ? ഇനി ഞാൻ എന്താ അറിയും, ഈ ക്ലാസ് റൂമിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നു. ആ ഹദീസിൽ വന്നിട്ടുള്ള അദ്ദേഹം പറഞ്ഞ മ്യൂസിക് കണ്ടോ, അദ്ദേഹം അതിൽ മ്യൂസിക് എന്നുള്ള പദം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ പര്യായ പദം, അറബിയിൽ ഇപ്പൊ പര്യായ പദങ്ങൾ ഉണ്ടാവുമല്ലോ, മുത്തറാദിഫുകൾ, അതുപോലുള്ള ഒരു പദം പോലും ആ ഹദീസിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിന് പോലും മറുപടി പറയാതെ അദ്ദേഹം വേറെ ഇബാറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തെളിവാണ് അത്ര ഖുർത്തുബിന്റെ ഇബാറത്ത് അദ്ദേഹം വായിച്ച അത് തെളിവാണെന്ന്. ഞങ്ങൾക്ക് ഖുർആനും ഹദീസുമാണ് തെളിവ് എന്ന് മനസ്സിലാക്കുക. മറ്റൊക്കെ പണ്ഡിതന്മാരുടെ വാക്കാണ്. അബൂ ഫർഹാൻ എന്തുകൊണ്ട് അള്ള പറഞ്ഞു റസൂല്ല പറഞ്ഞു പറയില്ല? എന്തുകൊണ്ട് ഖുർത്തുബിയുടെ ഇബാറത്ത് വായിച്ച് ഇത് തെളിവാണെന്ന് പറയുന്നു? അപ്പോ അബൂ ഫർഹാനെ എന്തറിയോ, ഈ തർക്കത്തിന്റെ കാര്യമല്ല. നമ്മൾ ഈ വിഷയത്തില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സത്യത്തിന്റെ ഭാഗത്ത് നിലകൊള്ളുക എന്നുള്ളതാണ്. ഒരു തെളിവ് ശരിക്ക് സഹിയായിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല. ഇൻഷാ അല്ലാ ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അതിന്റെ ഒരർത്ഥം ഞാൻ എന്ന് പറയട്ടെ. നിങ്ങൾ ഏതായാലും പറയാൻ വിസമ്മതിക്കുകയാണ്, ഒരുക്കല്ല. ഞാൻ പറയാം, നമുക്കെന്തറിയോ, നിങ്ങൾ ശരിക്കൊരു രേഖയില്ലാതെ ഹറാം എന്ന് പറയാണ്. അത് എത്ര ഗൗരവമുള്ള കാര്യം അറിയ നിങ്ങള്? അള്ളാന്റെ ദീനില് കൃത്യമായിട്ടൊരു രേഖ ഇല്ലാതെ ഹറാം എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമാണ്. ഈ ദീനില് ഇത് ഇസ്ലാമാണ്, ഹിന്ദുമതല്ല. അതില് ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തുള്ള ആചാരാനുഷ്ഠാനക്കാരം. ഒരു ഭാഗത്ത് കൊടുങ്ങല്ലൂർ ഭരണിയാണെങ്കിൽ വേറെ ഭാഗത്ത് പാലക്കാടൊക്കെ എന്താ പറയാ രഥം ഉരുട്ടലാണ്, പല വേലയാണ് പാലക്കാട് ഭാഗത്തൊക്കെ. അപ്പൊ ഓരോ ഭാഗത്തും അവരുടെ മതങ്ങളൊക്കെ പല ആചാരങ്ങളാണ്. ഒരു ഭാഗത്തുള്ള മറ്റൊരു ഭാഗത്തില്ല. അതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പ്രമാണ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. വ്യക്തമായി രേഖ ഉദ്ധരിക്കണം. അപ്പോ എന്താണ് ഇവിടെ? നഹാ അനിൽ ഖംരി വൽ മൈസിരി വൽ കൂബതി വൽ ഗുബൈറാ ഖാല വകുല്ലു മുസ്കിരിൻ ഹറാം. ഇതാണ് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസ്. ഇതാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഇനി ഇതുമല്ല എന്ന് പറയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അബൂ ഫർഹാന് ഒന്നാമത് സത്യം സ്വീകരിക്കുമോ എന്നൊന്ന് അടുത്ത മൈക്കെടുക്കുമ്പോൾ പറയണം കേട്ടോ. അപ്പൊ ഇതില് നിങ്ങൾ എല്ലാവരും കുറെ സൗദി അറേബ്യയിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്ന ആളല്ലേ. നെഹ വിരോധിച്ചു, അനിൽ ഹംർ എന്താണ് കള്ള് വിരോധിച്ചു അല്ലെ? നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഹംറിന് മ്യൂസിക് എന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പൊ അതല്ല. മൈസിർ എന്താണ്? ചൂതാട്ടം വിരോധിച്ചു, ചൂതാട്ടവും വിരോധിച്ചു എന്ന് കിട്ടും. അദ്ദേഹത്തോട് അർത്ഥം പറയാൻ പലതവണ പറഞ്ഞു, അത് പറയാത്തത് കൊണ്ടാ ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് എന്താ പറയാൻ വാശി എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം അർത്ഥം പറഞ്ഞാൽ മ്യൂസിക് ഹറാമാണ് എന്നുള്ളതിന് ഇതിൽ തെളിവില്ലാതെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹം പലതവണ ചോദിച്ചിട്ടും അർത്ഥം പറയാതിരുന്നത്. ഇനി എന്താണ്? വൽ കൂബത്ത്. കൂബത്ത് എന്ന് പറഞ്ഞാൽ ആ പദം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഉദ്ധരിക്കുന്നത്. കൂബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
സഹോദരങ്ങളെ ചെറിയ ചെറിയ ചെണ്ടകൾക്കാണ് പിന്നെ കൂബത്ത് എന്ന് പറയാ. ഒരർത്ഥം, പല അർത്ഥങ്ങളുണ്ട്. ചില കിതാബുകളിലൊക്കെ ഖീല അത്തൊബിൽ എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് പറയപ്പെട്ടു. ഖീലയാണ് എന്ത്? തൊബിൽ, ചെറിയ ചെണ്ട. അപ്പൊ ചെറിയ ചെണ്ട അതെ ഉടുക്ക് അത് നിരോധിച്ചു എന്ന് ഇത് സഹിയാണെന്ന് വാദല്ല കേട്ടോ. ഈ ഹദീസുകൾ ന്യൂനതകളിൽ നിന്ന് മുക്തമാണ് എന്ന് നമുക്ക് വാദല്ല. ഇത് ജീവനുള്ള കുട്ടിയാണ് എന്ന് സങ്കല്പിച്ചാൽ ഉള്ള അവസ്ഥ ഞാൻ പറയുന്നത്. ഇത് സഹിഹാണ് എന്ന് സാങ്കല്പിക ലോകത്ത് നിന്നിട്ട് നമ്മൾ പറയുന്നത്. എന്നാൽ തന്നെ എന്റെ ഇതിൽ വരുള്ളൂ കൂബത്ത് പറഞ്ഞ ചെറിയ ചെണ്ട, അത്വബുലു സഗീർ, ഉടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അത് ഹറാമാണെന്ന് വെച്ചാൽ മ്യൂസിക് കംപ്ലീറ്റ് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? എന്നിട്ടോ ഇനി അത് മാത്രമാണ് അർത്ഥം. വൻ നെറുദു, ഇതിന്റെ അർത്ഥം എന്താ അറിയോ? നെറുദ്, ഈ കൂബത്ത് പറഞ്ഞ നെറുദ് എന്ന് അർത്ഥമുണ്ട് പകിട കളി. നെറുദ് പറഞ്ഞാല് പകിട കളി എന്ന് അർത്ഥമുണ്ട്. അപ്പോ ഒരു പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പറയാണ് ഇവിടെ മദ്യവും ചൂതാട്ടവും പകിടകളിയും വിരോധിച്ചു എന്നർത്ഥം പറയുകയാണെങ്കിലോ മ്യൂസിക്കിന് എങ്ങനെ ഇത് തെളിവായിട്ട് പറയാ? ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അബൂ ഫർഹാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര ചാടിക്കയറി ഹറാമാണെന്ന് പറയരുതേ. നിങ്ങൾക്കറിയോ, ഞാൻ വായിക്കാം, ഹദീസ് വായിക്കാം, ഇബാറത്തല്ല, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ഇബാറത്തല്ല, അള്ളാഹുവിന്റെ റസൂല് എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ എന്താ പറയാ പാട്ട് പാടുന്നില്ല, സംഗീതം പിന്നെ ഇഷ്ട എന്നാ പ്രയോഗിച്ചിട്ടുള്ളത്, അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് റസൂൽ ഇങ്ങോട്ട് ചോദിച്ച. സ്വഹാബികൾ ചെയ്യില്ല, റസൂൽ ഇങ്ങോട്ട് ചോദിച്ച സംഭവം അടക്കം ഹദീസിലുണ്ട്. അപ്പോ പിന്നെ അടുത്ത ആളുകൾ മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട സഹോദരൻ അബൂ ഫർഹാൻ, അദ്ദേഹത്തെ ഈ ക്ലാസ് റൂമിലേക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്കറിയുന്ന നല്ല കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ പങ്കിടുക. നമ്മുടെ സഹോദരങ്ങളാണ്, ആർക്കും തെറ്റുപറ്റാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തതന്നെ ആ രീതിയിൽ തന്നെയാണ്. ഈ സമയം വരെ നിങ്ങളോട് ഒരു എന്താ പറയുക അപശബ്ദമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഈ ക്ലാസ്സിൽ പലപ്രാവശ്യം വന്ന് എന്നും അദ്ദേഹം വന്നിട്ടുണ്ട്, അബൂ റഫി അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഏത് ക്ലാസ് റൂമിൽ പോകുന്നതിലും ഏറ്റവും മാന്യത എനിക്ക് ഈ ക്ലാസ് റൂമിൽ കിട്ടിയിട്ടുണ്ട്, ഈ ഇതിലെ പ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു അഹംഭാവം നടിച്ച് പറയല്ല, അത് ഇവിടെയുള്ള അവസ്ഥയാണത്. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയുക. പിന്നെ നമ്മളിപ്പോ എന്താണ് ഇപ്പോ മ്യൂസിക്കിന് നിന്ന് അറിവ് പറയുന്ന കേട്ടത്. അപ്പോ ആ മ്യൂസിക് ഉണ്ടോ എന്ന അർത്ഥം വരുന്ന വാക്കുകളൊക്കെയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ട സൈസുലഭി ചോദിച്ചു. എനിക്കൊക്കെ മനസ്സിലാകുന്ന ആ രീതിയിലാണ്. പിന്നെ ആരെങ്കിലും പറഞ്ഞത് ഇപ്പോ അദീബിൻ ഹാത്തിം അള്ളാഹു റസൂൽ പറഞ്ഞു ക്രിസ്ത്യാനികൾ അവരുടെ മതപുരോഹിതന്മാരെ റബ്ബുകളാക്കി. അപ്പൊ അദീബിൻ ഹാത്തിം അദ്ദേഹം പറഞ്ഞു അങ്ങനെ റബ്ബാക്കിയിട്ടില്ലല്ലോ. അപ്പോ ആ പുരോഹിതന്മാർ ഹലാലെന്നും ഹറാമെന്ന് പറഞ്ഞ ഹറാമെന്ന് നിങ്ങൾ ആക്കിയില്ലേ എന്ന് ചോദിച്ചു. അതെ ശരിയാണ്, അതാണ് അർബാബ് എന്ന് പറഞ്ഞൊരർത്ഥം. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ബുഖാരിയിൽ ഒരു ഹദീസിനെ നമ്മൾ തള്ളാൻ പാടില്ല. നിങ്ങൾ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന് അള്ളാഹു നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ഹദീസ് നിഷേധിയാകാൻ പാടില്ല. ആരെയും ഹദീസ് നിഷേധി എന്ന് പേര് കൊടുത്ത് വിളിക്കാൻ നമ്മൾ പാടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നിങ്ങളെ ക്ലാസ്സിൽ നിന്നുള്ള പ്രതികരണം എനിക്ക് പ്രയാസകരമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതിലെനിക്ക് അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പിന്നെ ഉസ്താദ് ഇപ്പം ഞാൻ കുർത്തുബിയുടെ ഒരു ഉദ്ധരണി വായിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കുർത്തുബിനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഖുർആനില്ല ഹദീസില്ല എന്ന്. അങ്ങനെ വെറുതെ പറയണ്ട ഉസ്താദ്. ഞാൻ കഴിഞ്ഞ സമയത്ത് വന്നപ്പോൾ നിങ്ങൾ ഗസാലിന്റെ ഒരു ഉദ്ധരണി വായിച്ചുകൊണ്ടാണ് ഇതിനെ ഹലാലാക്കാൻ നോക്കിയത്. അതറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ഇപ്പോ കുർത്തുബിന് ഇത് വായിച്ചത്, പിന്നെ തോബലി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിനെ വെറുതെ എന്ത് ചെയ്യണ്ട, ഒഴിവാക്കാൻ നോക്കണ്ട. കാരണം നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ഇമാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിക്കും, അമ്മൽ മസാമീറു വൽ ഔതാറു വൽ കൂബത്തു അത്തബലു ഫലാ യഖ്തലിഫു ഫീ തഹരീമി ഇസ്തിമാഇഹാ. അത് കേൾക്കുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നതിൽ സംശയമില്ല. വലം അസ്മ നഹദി മിമ്മൻ യുതബറു ഖൗലുഹു മിനസ് സലഫി. സലഫുകളുടെ കൗല് സ്വീകരിക്കുന്ന ആളുകളിൽ നിന്നൊന്നും ഇങ്ങനെ അത് ഹലാലാന്ന് കേട്ടിട്ടുമില്ല.
വഇമ്മത്തുൽ ഖൽഫ് മൻ യുബീഹു ദാലിക. അതൊക്കെ ഉസ്താദിന് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ഞാൻ പിന്നെ ബുഖാരിയിലെ ഹദീസ് തള്ളി കൊള്ളിന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അന്ന് ചോദിച്ചപ്പോൾ അതിന് വൈരുദ്ധ്യം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ഹദീസിനെ കുറിച്ച് പഠിക്കട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നാ പറഞ്ഞത്. അതിന് അബ്ദുള്ള സാഹിബ് പറഞ്ഞു, ഈ 2 ദിവസമായിട്ട് നിങ്ങൾ എന്തേ പഠിച്ചിട്ട് ചോദിച്ചു. ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കതിന് സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇനി ഉസ്താദ് ഇപ്പോൾ അബൂദാവൂദിലെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയും അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. ഓക്കെ, അത് മ്യൂസിക്കിന്റെ ഒരു പദമില്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രയാസം. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് എവിടെയാണ് ന്യൂനത ഉള്ളത്? ഇതിന് അനവധി നിരവധി ന്യൂനതകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എവിടെയാണ്? ആ ന്യൂനതയെ കുറിച്ച് ഇപ്പോഴും തൊടാൻ ഉസ്താദിന് എന്ത് ചെയ്തിട്ടില്ല, സാധിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ കൗലുകൾ നമുക്ക് കാണാൻ സാധിക്കും. കൗലു ഷെയ്ഖ് അൽബാനി അദ്ദേഹം പറയാണ്, ഇത്തഫഖത്ത് അൽ മദാഹിബുൽ അർബ, 4 ഇമാമിയങ്ങൾ യോജിച്ചിട്ടുണ്ട് അലാ തഹരീമിൽ ആലാത്തു തറബി കുല്ലഹ, സിൽസിലത്തു സഹീഹയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഈ സംഗീതം ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു. ഞാൻ പറയുന്നത്, എനിക്കിതിനെ ഹറാമാക്കിയ അല്ലെങ്കിൽ ഹലാലാക്കുന്ന നിർബന്ധം, ഞാൻ ഈ കാര്യം എന്തുകൊണ്ട് നമ്മൾ ഒരു താഴ്ന്ന സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഹറാമായിക്കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. അപ്പൊ അതാണ് എന്റെ സംശയം. ഓക്കെ, അപ്പൊ ഉസ്താദ് ഈ അബൂദാവൂദ് ഹദീസിന്റെ ന്യൂനതകൾ എന്താണ് എന്ന് അനവധി നിരവധി ഉണ്ട് എന്നാണ് അന്ന് പറഞ്ഞത്. ആ നിരവധി ന്യൂനതകൾ എവിടെയാണ് എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കി തന്നാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും പിന്നെ വളരെ സന്തോഷമുണ്ട്. അബൂബക്കർ നമ്മളെ ക്ലാസ്സിനോട് പിന്നെ വിഷമം തോന്നിയിട്ടില്ലല്ലോ. അതേതായാലും അൽഹംദുലില്ലാഹ് നന്നായി, പിന്നെ സമാധാനമുണ്ട്. പിന്നെ ആ ഒരു കാര്യത്തിലെങ്കിലും പിന്നെ ഒരു തീരുമാനമായല്ലോ, നന്നായി. പിന്നെ ഇനി വന്നുള്ളത് നമ്മൾ ഈ പിന്നെ ഒരു കൂള് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കി. പിന്നെ സൈവേ, നമ്മൾ ഈ ചെണ്ടൊട്ട് സാധാരണ ഉടുക്ക് കൊട്ടും ചെണ്ടൊട്ടൊക്കെ എവിടെ കേക്കല്? ഇപ്പൊ ഇതിലിരിക്കണ പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കും എഴുതാലും ഇപ്പൊ അതിന് അപൂർവം മാത്രം പറഞ്ഞോളന്നില്ല. ഉടുക്ക് കൊട്ട് അല്ലെങ്കിൽ ചെണ്ട കൊട്ട് ഒക്കെ ഇതാണല്ലോ ഇപ്പൊ നിങ്ങളെ പ്രശ്നം. ഇത് നമ്മൾ സാധാരണ എവിടെ കേക്കല്? ഹലാലുള്ള സ്ഥലത്താ ഹറാമുള്ള സ്ഥലത്താ കേക്കല്? ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നല്ല നല്ല കൂള് മൈൻഡില് നിങ്ങൾ ചെണ്ടൊട്ടും പിന്നെ ഉടുക്കുകൊട്ടും ഒക്കെ പിന്നെ എവിടെ കേട്ടിട്ടില്ലേ? അപ്പൊ അത് ഹറാമാണെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ അതിൽ എന്തെങ്കിലും പിന്നെ ഇത് വരുന്നുണ്ടോ? നേരെ മറിച്ച് ഈ പാട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതാണ് പൂരപ്പറമ്പിലെ കൊട്ട്. ഈ പൂരപ്പറമ്പിലെ കൊട്ട് നമ്മൾ കൊട്ടിക്കോളിയോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പാട്ടും പാടണമെന്ന് പറഞ്ഞില്ല, ഒരു കൊട്ടും കൊട്ടണമെന്ന് പറഞ്ഞില്ല, അതല്ലാതെ പ്രശ്നം. അപ്പൊ ഈ ഇല്ലാത്തൊരു കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോഴുള്ള പിന്നെ പിന്നെ ജൂത ക്രിസ്തീയ, നമ്മുടെ ഇവിടെ ഉസ്താദ്മാർ എപ്പോഴും വയത് പറഞ്ഞൊരു കാര്യം ഞാൻ കേൾക്കുന്നത് പറയാണ്, പിന്നെ ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഇവിടുന്ന് കേൾക്കലുണ്ട്. അപ്പൊ എന്താണ് കാരണം? അവരവരുടെ റബ്ബുകൾ പിന്നെ പുരോഹിതന്മാരെ റബ്ബുകളാക്കി. എന്താണ് അവരെ റബ്ബുകളാക്കിയത്? അത് അവര് പിന്നെ ഹലാലായ കാര്യം, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഹറാമാക്കുകയും അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഹലാലാക്കി, അവർക്ക് ഏതാ വേണ്ടെങ്കിൽ അവരപ്രകാരം ചെയ്തു. അങ്ങനെയാണ് അവരെ റബ്ബുകളാക്കിയത്. എന്ന മാതിരി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പുതുതായിട്ട് വന്നതല്ല. ഒരു പാട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും പുതുതായിട്ട് വന്നതല്ല. ഈ പുതുതായിട്ട് വരാത്ത പിന്നെ നബിന്റെ കാലത്തുള്ളതാണ്, അതിന് മുമ്പും ഉണ്ടായിരുന്നതാണ്. അറബികളെ പാട്ടിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ. പിന്നെ ഞാനൊന്നും പറഞ്ഞിരുന്ന ആളല്ല അബൂഖുറാന് പിന്നെ അറബികളുടെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ പാട്ടിനെ പറ്റി ഒക്കെ അറിയാം. അപ്പൊ അത് വളരെ തെളിഞ്ഞ രീതിയിൽ തന്നെ ഈ ഇതാണ്ട നല്ല അറബിയിൽ ഇങ്ങനെ ഇന്ത്യക്ക് അറബി പറയണ പാട്ടുൻ ഹറാമുൻ, നല്ല ചുരുക്കിൽ പാട്ടുൻ ഹറാമുൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ആണ് തീരുമാനമാക്കാൻ പിന്നെ ഒരു കാര്യം അതുള്ളൂ. ഞാൻ മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, കൂബത്ത് എന്നുള്ള ഒരു പദം മാത്രമാണ് ഇദ്ദേഹം ചോദിക്കുന്ന ഈ പറയുന്ന തെളിവായിട്ട് സംഗീതത്തിന് വലിയ തെളിവ് കൊണ്ടുവന്ന ഹദീസിലുള്ളത്. അത് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ പിന്നെ അബൂ ഫർഹാൻ വിഷമിക്കണ്ട കേട്ടോ. ഇതിന്റെ ന്യൂനതകള് ഹയാത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 10 മണിയുടെ ഉള്ളിൽ ഞാൻ പറയാം. അത് പറയാം, അതിന് മുമ്പായിട്ട് വേറെ കുറെ സംഗതികൾ പറയേണ്ടതുണ്ട്. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ഇനി 10 വരെ മയക്കെടുത്തിട്ട് ഒരു തവണയെങ്കിലും ബുഖാരിയിലെയോ മുസ്ലിമിലെയോ ഒരു സ്വഹീഹായ ഹദീസ് സംഗീതം ഹറാമാണെന്നതിന് തെളിവുദ്ധരിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള സമയം നിങ്ങൾക്ക് തരികയാണ്.
അപ്പോ ഞാൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യത്തോടുകൂടെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിപ്പോ ഈ 2 ദിവസമായിട്ട് കൊണ്ടുവന്ന ഹദീസിൽ എന്താ ഉള്ളത്? കൂബത്ത് എന്നുള്ളതാ. അത്തൊബുലു സഗീർ, ചെറിയ ചെണ്ട. അങ്ങനെ അർത്ഥം പറയുകയാണെങ്കിൽ അങ്ങനെ അർത്ഥം പറയുകയാണെങ്കിൽ അത്തൊബുലു സഗീറിനെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. എന്താണ് ചെറിയ ചെണ്ട. അപ്പൊ അതൊഴിവാക്കണം. മറ്റുള്ള മ്യൂസിക് ഉപയോഗിക്കാന്നല്ലേ വരുന്നത്. ഇനി അതല്ല, നെർദ് എന്ന ഇതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. കൂബത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹദീസിന്റെ ഷർഹുകളിലോ അല്ലെങ്കിൽ മുഅ്ജമുകളിലോ ഡിക്ഷണറികളിലോ ഒക്കെ കാണുന്നത് നെർദ് എന്ന് കാണാം. എന്ന് പറഞ്ഞ പകിട കളി. അപ്പൊ പകിട കളി ഹറാം എന്നല്ലേ കിട്ടുക? ഇതിലെവിടെ എങ്ങനെ സംഗീതത്തിന് ഇത് ഹറാമാണെന്ന് പറയാ? ഇനി അബൂ ഫർഹാൻ, നിങ്ങൾ ഇവിടെ ഓരോ ഇബാറത്തുകളൊക്കെ വായിച്ചിട്ട് അതിലൊന്നും കാര്യമില്ല. ഷെയ്ഖ് അൽബാനിയുടെ ഒക്കെ ഇബാറത്തുകൾ ഇവിടെ വായിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിനെ കുറിച്ചിട്ട് ഒരു ABCD മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല, അള്ളാഹു അദ്ദേഹത്തിന് പരലോകം ധന്യമായി കൊടുക്കട്ടെ, ആമീൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം ഹദീസുകൾ സഹീഹാണെന്ന് പറഞ്ഞ് ഉദ്ധരിച്ചിട്ടുണ്ട്. 7 അജ്വാക്കാരക്ക് നിന്നാൽ വിഷം ബാധിക്കാന്ന് എഴുതിയിട്ടില്ലേ? അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അതുപോലെ ഈ ജിന്ന് കൂടുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്തെല്ലാം വാദങ്ങളുണ്ട്. പിന്നെ ഖുർത്തുബിയുടെ ഒക്കെ പറഞ്ഞു. ഖുർത്തുബിയുടെ ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് മറിയം ബീവി നബിയാണെന്നാ ഖുർത്തുബി പറയുന്നത്. അതൊക്കെ നിങ്ങൾ അംഗീകരിക്കോ? ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. വെറുതെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇതിൽ കൂബത്ത് നിന്നാണ് ഇപ്പൊ നിങ്ങൾ 2 ദിവസം മണിക്കൂറുകൾ നടന്നിട്ടുള്ള ഈ ചർച്ചയിൽ നിങ്ങൾ ഉദ്ധരിച്ച കൂബത്ത് എന്നുള്ള ഒറ്റ പദ, അതിന് അത്തൊബുലു സഗീർ ഒരർത്ഥം, ചെറിയ ചെണ്ട. അപ്പൊ ചെറിയ ചെണ്ട ഹറാമാണ് എന്ന്, അത് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ കിട്ടുള്ളൂ. 2 പകിടകളി ഹറാമാണെന്നേ കിട്ടുള്ളൂ, വേറൊന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാദം ഇതുവരെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ കുറ്റമല്ല, മറിച്ച് ഈ വിഷയത്തിൽ സംഗീതം ഹറാമാണ് എന്നുള്ളതിന് ബുഖാരിയിലെയോ മുസ്ലിം ലോകം അംഗീകരിച്ച സഹീഹായിട്ടുള്ള ന്യൂനതകളിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു ഹദീസും ഇല്ലാത്തത് കൊണ്ടാണ്, അബൂ ഫർഹാന്റെ കുഴപ്പം കൊണ്ടല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവരെ, സംഗീതം എന്ന് പറയുന്നത് അത് അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ പറയും. നമ്മളെ സംഗീതം എന്നുള്ള ഈ ചർച്ച ഇവിടെ ഒരു തൗഹീദ് ഗാനം, ഹജ്ജിനെ കുറിച്ചുള്ള ഒരു പാട്ട്, അതല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള പാട്ട്, ഏകദൈവ വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു പാട്ട്, അത് മ്യൂസിക് ട്യൂണൊക്കെ ഇട്ട് അത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന് പറയാൻ പാടില്ല എന്നാ. നിങ്ങൾ ഇനി മൈക്കിൽ വരണം, മലപ്പുറക്കാരൻ മറ്റുള്ള ആളുകൾക്ക് മൈക്കിൽ വരെ ഇൻഷാ അല്ലാഹ്. എനിക്ക് വളരെ വിനയപൂർവ്വം ഒരു കാര്യം ചോദിക്കാൻ ഉള്ളത്, എല്ലാരും കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? ഒന്ന് എസ് അടിക്കാമോ? ഓക്കെ. ഞാന് വളരെ കുറഞ്ഞ അറിവുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ചോദ്യം നിങ്ങളോടൊക്കെ ചോദിക്കേണ്ടത്, ഇപ്പൊ ഇവര് പറയുന്നത് എന്താണ്? സംഗീതം ഹറാമാണെന്നല്ലേ? അല്ലേ? ആണ്. അവർ പറയുന്നത് സംഗീതം ഹറാമാണെന്ന. അങ്ങനെയാണെങ്കിൽ ഈ സംഗീതം ഹറാമായ കാര്യം, ഇപ്പൊ കള്ളും ഹറാമാണ്. അപ്പൊ ഈ കള്ളെങ്ങനെ പെരുന്നാൾക്ക് അനുവദനീയാകാ? ഹറാമായ സംഗീതം പെരുന്നാൾക്ക് അനുവദനീയാകാണെങ്കിൽ ഹറാമായ കള്ളും പെരുന്നാൾക്ക് അനുവദനീയാകണ്ടേ? കൂട്ടരെ, കള്ള് ഹറാമല്ലേ? ആ കള്ള് അതുപോലെ സംഗീതം ഹറാമാണെങ്കിൽ അതെങ്ങനെയാണ് കല്യാണ ദിവസം ഹലാലാകുക? കല്യാണത്തിന്, വിവാഹത്തിന്, പെരുന്നാൾ മാത്രമല്ല കല്യാണത്തിന് ബാബിട്ടിട്ടാണ്. നിങ്ങള് എത്ര കിതാബുകൾ, ഞാന് മക്കത്തുൽ മുക്കറയിലെ ജാമിഅത്ത് ഉമ്മുൽ ഖുറാ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിലെ നിരവധി കാലം അധ്യാപകനായിരുന്ന സയ്യിദ് സാബിഖ് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഫിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ബാബിട്ടിട്ടാ കൊടുത്തിട്ടുള്ളത്. ബാബിട്ടിട്ട് എന്തേ? ഈ കല്യാണ ദിവസം പാട്ടുപാടൽ വിനോദം എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായെങ്കിൽ? അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ തന്നെ കൂടുതൽ സംസാരം. ഇത് മാത്രമല്ല പ്രിയപ്പെട്ട, എത്ര നിറങ്ങള് ഒരു 20 ഹദീസുകള്, 916 കാരറ്റുള്ള ഹദീസുകള് ഇപ്പൊ ഉദ്ധരിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ അവിടേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞതിന്റെ ന്യൂനത അത് ചൂണ്ടിക്കാണിക്കാനാണ്. പിന്നെ ഇതിന്റെ ന്യൂനത പറയണ്ടല്ലോ അദ്ദേഹം.
ഇതിന്റെ സനദില് പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോ ഹദീസിന്റെ ഇതിന്റെ ഉള്ളടക്കം തന്നെ സംഗീതം ഹറാമാണെന്ന് ഇതിൽ പറയുന്നില്ല. ഇതിന്റെ സനദില് പിന്നെ പ്രശ്നങ്ങളുണ്ട്, സനദിൽ വിമർശന വിധേയരായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഷെയ്ഖ് അൽബാനി, സഹോദരങ്ങൾ ഒരു കാര്യം, ഷെയ്ഖ് അൽബാനി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അല്ലാഹു തആല പരലോകം ധന്യമായി കൊടുക്കട്ടെ എന്ന്. ഷെയ്ഖ് അൽബാനി ഇദ്ദേഹം ഉദ്ധരിച്ച ഈ ഹദീസിനെ കുറിച്ച് എന്താ പറഞ്ഞത് നിങ്ങള്? ലം തതിമ്മ ദിറാസതുഹു, ഈ ഹദീസിനെ കുറിച്ച് പഠനം പൂർത്തിയാക്കിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഈ ഹദീസിനെ കുറിച്ച് പഠനം പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള. മിഷ്കാത്തുൽ മസാബീഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥം എടുത്തു നോക്കൂ. മിഷ്കാത്തുൽ മസാബീഹ് എന്ന് പറഞ്ഞ ഗ്രന്ഥം എടുത്തു നോക്കൂ. 2 ഭാഗത്ത് റവാഹു അബൂദാവൂദ് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് കൊടുക്കുന്നുണ്ട്. ലം തതിമ്മ ദിറാസതുഹു. ഞാൻ നമ്പറും പറഞ്ഞുതരട്ടെ, ഇനി അതും കൂടെ പറഞ്ഞുതരാം. 4504 നമ്പർ അദ്ദേഹം കൊടുത്തിരിക്കുക മിഷ്കാത്തുൽ മസാബീഹ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇതില് ഹദീസിന്റെ ഗ്രന്ഥത്തില്. അതിലെന്താണ് കൂടുതൽ? ലം തതിമ്മ ദിറാസതുഹു, ഇതിനെ കുറിച്ചിട്ട് പഠനം പൂർത്തിയായിട്ടില്ല. അപ്പോ എന്നിട്ടോ ഇൻഷാ അല്ലാഹ് മൈക്ക് എടുക്കൂ. അബു ഫർഹാൻ ഇനിയും മൈക്കിൽ വരിക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിലുള്ള അദ്ദേഹം ഇത് ഹലാലാക്കിയ ഹദീസ് ഏതാണ്ട് ഒന്നിനെ ഹറാമാക്കിയിട്ട് പിന്നെ നസ്ക് ചെയ്താൽ മാത്രമല്ലേ പിന്നെ ഹലാലുള്ളൂ. സുന്നികൾ ചോദിക്കുന്ന ആളുകൾ ചോദ്യം അബൂ ഫർഹാനും അങ്ങനെ ഖുറാഫി സുന്നിയല്ല സമസ്ത അല്ല എന്ന് ഞാൻ കേട്ടിരുന്നു. അതങ്ങനെ ചോദിക്കാം, അന്യരായ പുരുഷന്മാർ കൂടെ പള്ളിയിൽ പോകാൻ ഹറാമാണോ അല്ലയോ? അപ്പോ അതെങ്ങനെ അതെങ്ങനെ ഹലാലാക്കും? ഇതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഹലാൽ ഹദീസിൽ പറഞ്ഞോ അവിടെ ചക്കക്കുരു ഇതുണ്ടാന്ന. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് സുന്നിയാള് പറയണമായിരിക്കും ഉസ്താദിനോട് ഞങ്ങൾ പറയണ്ടേ. കാരണം ഉസ്താദിനോട് ആദ്യം ഒരു കാര്യം ചോദിച്ചു, ബുഖാരിയിൽ ഞാൻ ഹറാം എന്നുള്ളത് ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിക്കച്ചല്ലോ. ബുഖാരിയിലെ അങ്ങനത്തെ ഒരു സംഗീതം ഹറാമാന്ന് കൊണ്ടുവരാൻ കഴിയുമോ എന്നല്ലേ ചോദിച്ചു. അത് ഹലാലാമെന്ന് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് വേണമെങ്കിൽ തിരിച്ച് ഉസ്താദിനോടും ചോദിക്കാം. പിന്നെ അൽബാനി ഒന്നും ഇപ്പൊ പറ്റൂല. കാരണം അൽബാനി അവര് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിന്റെ വിവരത്തിനൊന്നും വലിയൊരു ഇത് കൊടുക്കാതെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ സംസാരിച്ച ഹദീസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ന്യൂനത എന്താണ് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഈ വിഷയം തന്നെ തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലേക്ക് കുഞ്ഞു ചർച്ചയിലേക്ക് കൊണ്ടുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും ഇപ്പൊ പോകാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് ഹദീസുകളിലൂടെ ഇതുമായി ബന്ധപ്പെട്ടുകൂടി നമുക്ക് ഇത് ഹറാമാണെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഇന്നല്ലാഹ ഹറമൽ ഖംറു വൽ മൈസിറു വൽ കൂബത്തു വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. ഖാല സുഫ്യാൻ ഫസഅൽതു അലി ഇബ്നു ബദീത അനിൽ കൂബ ഖാല അത്വബലു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിനെ കാണാൻ സാധിക്കും. അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഖംറി വൽ മൈസിരി വൽ കൂബത്തി വൽ ഉബൈറ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹദീസ്. ഇതിനെ കുറിച്ചൊക്കെ ഇതിന്റെ ന്യൂനതയാണ്. ഒട്ടനവധി നിരവധി ന്യൂനത പറഞ്ഞിട്ട് ഇതുവരെ ഒരു ന്യൂനത കിട്ടാത്തത്. പിന്നെ അൽബാനി അതിന് ദിറാസത്ത് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് ഇപ്പൊ മുപ്പര് പറഞ്ഞത്. അപ്പൊ അൽബാനിന്റെ ദിറാസത്ത് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് എന്താണ്, അത് ലൈഫാകുമോ? ഇനി ഉസ്താദ് അതിന് വ്യക്തമായിട്ടുള്ള ലൈഫായിട്ട് അതിന്റെ ന്യൂനത കൊണ്ടുവന്നാൽ അതിന്മേ പിടിച്ചു തൂങ്ങിയാൽ എനിക്ക് അതിനെ ഹറാമാക്കണമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല കേട്ടോ. മുമ്പ് ഇങ്ങോട്ടൊരു ഹദീസിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഞാൻ അപ്പോൾ സ്വീകരിച്ചു. പക്ഷെ ആ ഹദീസ് മഹാനായ ഷെയ്ഖ് അൽബാനി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സിൽസിലത്ത് സ്വഹീഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹസനായി കൊടുത്തിട്ടുള്ള ഹദീസാണത്. പിന്നെ ഈ കൂബത്ത് ഹറാം ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. സമനുൽ ഖംർ ഹറാം വ മഹറുൽ ബഗി ഹറാം വ സമനുൽ കൽബ് ഹറാം വൽ കൂബത്ത് ഹറാമുൻ. ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്, കൊണ്ട് നമുക്കിത് ഹറാം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു തൗഹീദ് ഗാനം നമുക്ക് മ്യൂസിക് ഇട്ടാണ്ട് കേൾക്കാന്നൊക്കെ പറയുമ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കള്ളുകുടിയന്മാരുടെയും ഫാസിക്കീങ്ങളുടെയും ഷിയാറായിട്ടാണ് എണ്ണീട്ടുള്ളത്. കാരണം ഈ കാലഘട്ടം വരുമ്പോൾ ഇതൊക്കെ ഹലാലാക്കും ഈ കൗമ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ സമൂഹത്തെ കൊണ്ടുപോകണത് ഉസ്താദെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അബൂ ഫർഹാൻ ആകെ ഒരു ഹദീസുള്ളതിന് എത്ര ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, സ്വഹീഹായിട്ടുള്ള ഹദീസ്. പിന്നെ നിങ്ങൾ പറഞ്ഞായിരിക്കും മ്യൂസിക് എന്നുള്ള വാക്ക് എവിടെയെന്നുള്ള ചോദ്യം. ആ ചോദ്യം എവിടുന്നാണ് വന്നതെന്ന് ഞാൻ നേരത്തെ പറയുന്ന പ്രതികരണം ഒന്നും കണ്ടിട്ടില്ല. ആ ചോദ്യം എവിടുന്നാണ് വന്നതെന്നും ആരോടാണ് ചോദിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് ഇന്ത്യനേക്കാളും അറിയാം. പിന്നെ ഉസ്താദ് പറയുകയുണ്ടായി, ഞാൻ സാധാരണ ഞാൻ സംസാരത്തിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവട്ടെ കേട്ടതിൽ, അതിന് വളച്ചൊടിച്ചു എന്ന് പറയണ്ട, തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ സ്വീകരിക്കും. പക്ഷേ സയ്യിദ് സുലമി ആരാന്നും അദ്ദേഹത്തിന് അറിവ് എത്ര ഉണ്ട് എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് അറിവില്ലാത്ത ഒരാളാന്ന് ഇനി അദ്ദേഹം പറഞ്ഞാൽ ഞാനത് സമ്മതിക്കൂല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ അറിവ് കമ്മിയായിട്ടുള്ള ആളാണ്. പക്ഷെ നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവിടെ നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇതൊക്കെ ഷിആറാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, പ്രവാചകൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞാണ്. നിങ്ങൾ എന്തിനാ ഈ നബിയുടെ പേരിൽ ഇല്ലാത്ത അബൂ ഫർഹാൻ? പ്രിയപ്പെട്ട സഹോദര, നബി പറയാത്ത കാര്യങ്ങൾ പറയരുത്. പ്രവാചകന് ഷിആറാണ്. സുബ്ഹാനല്ലാഹ്, അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞു തരുമോ നിങ്ങള്? അറിയായിട്ട് ചോദിക്കാണ്. പിന്നെ എത്ര ഹദീസ് ഉദ്ധരിച്ചു? ഒരു ഹദീസും നിങ്ങൾ ഇതുവരെ ഉദ്ധരിച്ചില്ല സഹീഹായ എന്നുള്ള നിലക്ക്. സഹീഹായ നിലക്ക് ഒരു ഹദീസും ഇതുവരെ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഷെയ്ഖ് അൽബാനി സഹീഹാണ് എന്ന് സഹീഹാക്കി ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം ആ ഹദീസ് അതിനെക്കുറിച്ച് അദ്ദേഹം പഠനം തന്നെ പൂർത്തിയാക്കിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ അൽബാനിയെ വിമർശിക്കുന്നു, അൽബാനിയോട് നിങ്ങൾക്ക് ആദരവില്ല. ഞാൻ 2 തവണ പ്രാർത്ഥിച്ചു, എന്ത്? റഹിമഹുല്ല, അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്ന് മാത്രമല്ല, അൽബാനിയെ കുറിച്ച് ഞാൻ പ്രത്യേകം വർഷങ്ങൾക്ക് മുമ്പ് പിന്നെന്താ പറയാ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് വേണമെങ്കിൽ ഇപ്പോഴും നമ്മുടെ എന്റെ പിന്നെ ഇതിൽ പോയാൽ കിട്ടും, സൈറ്റിൽ പോയാൽ കിട്ടും. ശരി, ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താ? ഈ ഹദീസ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞിട്ടോ, ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, കള്ള് ഹറാമാണ്, ആ കള്ള് പെരുന്നാൾക്ക് ഹലാലാകുമല്ലോ? കള്ള് ഹറാമാണ്, അത് കല്യാണ ദിവസം ഹലാലാകുമല്ലോ? പിന്നെ എങ്ങനെ ഈ ഹറാമായ മ്യൂസിക് പെരുന്നാൾ ദിവസവും സുഹൃത്തുക്കളെ കല്യാണ ദിവസവും ഹലാലാകണത്? ഇതൊന്ന് പറഞ്ഞു തരണ്ടേ? ഈ അബൂ ഫർഹാൻ ബാധ്യതല്ലേ? അദ്ദേഹം കിട്ടുന്ന ചാൻസിൽ ഓരോ ഇബാറത്തുകൾ ഇങ്ങനെ വായിക്കുക, അതില് പല ഓരോന്നിങ്ങനെ വായിക്കുന്ന അബ്ദുല്ലാഹി എന്നൊക്കെ വായിക്കുന്നത്. അത് വേറെ ആരും കേൾക്കണ്ട, ഞാനൊന്നും എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് പറയില്ല, അങ്ങനെയൊന്നല്ല വായിക്കത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? പിന്നെ ഈ ഹദീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, ഈ ഹദീസ് ഞാൻ ഇതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണത്. ഞാൻ ആ അർത്ഥമൊക്കെ ചോദിച്ചു, അർത്ഥം നിങ്ങൾ പറഞ്ഞില്ലെന്നിട്ട് ഞാൻ പറഞ്ഞത് എന്തിനാ? ഇത് മ്യൂസിക് ഹറാം എന്നുള്ളതിന് തെളിവല്ല എന്നുള്ള നിലക്കാണ്. അപ്പോ കൂപത്ത് മാത്രമാണ്, അതിൽ പകിട കളി നടത്തുന്നുണ്ട്, ചെറിയ ചെണ്ടാന്ന് ഇനി അനുകൂലമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ അർത്ഥമുള്ളൂ. അപ്പൊ ഇതിന് മ്യൂസിക് ഹറാം എന്നുള്ളതിന് തെളിവല്ലത്. ഇനി അതിന്റെ ന്യൂനത പറയാം, അതിന്റെ ന്യൂനത പറയാം. മനസ്സിലായെങ്കില്? കാരണം എന്താ പറയുക, ഇതുവരെ നിങ്ങൾക്ക് പിന്നെ അത് കിട്ടാത്തതിന്റെ പ്രശ്നം. ഇനി അത് കിട്ടിയാലും നിങ്ങൾ ഈ കാര്യം ഞാൻ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ സംഭവങ്ങൾ പറഞ്ഞു സൂചിപ്പിച്ചു, എന്നിട്ട് ഒന്നും നിങ്ങൾക്കത് അംഗീകരിക്കാനുള്ള മനസ്സില്ല. എന്ന് മാത്രമല്ല, പ്രവാചകന്റെ പേരിൽ ഇല്ലാത്ത കാര്യം അടക്കം നിങ്ങൾ പറഞ്ഞത് നേരത്തെ. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ആമീൻ. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ ഹദീസാണെന്ന് ഉറപ്പിച്ച് പറയണം. മഹാനായ ഇബ്നു ഹസം ഇല്ലാന്ന് പറയരുത്, നിങ്ങൾ നേരത്തെ സംസാരിച്ച് ശ്രദ്ധിക്കണം. ഇബ്നു ഹസം, മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ല, ഹദീസ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിത ലോകത്ത് അവഗാഹമുള്ള ആളുകളാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇബ്നു ഹസമിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇൽമ് സമുദ്ര സമാനമാണെന്ന. ആ മഹാനായ ഇബ്നു ഹസം എന്താ പറഞ്ഞത്? വഅബാഹു ഇബ്നു ഹസം, എന്ത്? മ്യൂസിക് അബാഹാണ്, മുബാഹാണ്, അനുവദനീയമാണ് എന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഇനി കൂട്ടരെ, ഇതിപ്പോ എന്താ അറിയോ, നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോയ പോരല്ലോ. ഞാൻ ഇടക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം.
ഇവിടെ മറ്റുള്ള ആളുകളൊക്കെ എന്താ അറിയോ, നമ്മളെ മാത്രം വാദായി കാണണ്ട. ഇവിടെ പുല്ലാങ്കുഴൽ എന്നൊക്കെ അർത്ഥം പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ന്യൂനതയിലേക്ക് കടക്കാം. കാരണം എന്താ പറയുക, ന്യൂനത ഇതിന്റെ ന്യൂനത മാത്രമായിട്ട് നിങ്ങൾ ഇതാണ്ട, അത് ഞാൻ പറയാം. അപ്പോ ഈ സഹീഹുൽ ബുഖാരിയുടെ പരിഭാഷയാണെന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ട് ഷാഹിൻ ബുക്ക് ഹൗസ് ഇറക്കിയിട്ടുള്ള ഒരു പരിഭാഷയുണ്ട്. മനസ്സിലായ സുഹൃത്തുക്കളെ? അതുപോലെ തന്നെ CP സ്വലാഹുദ്ദീൻ സ്വലാഹി അദ്ദേഹവും എന്താണ് ഇങ്ങനെ പരിഭാഷകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതില് ഇത്തരം ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. അവര് ഈ ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. എന്താണ് ഹെഡിങ്? പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ പെരുന്നാൾ ദിവസങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് വിട്ടുവീഴ്ച നൽകുന്നു. കണ്ടോ, അവരർത്ഥം കൊടുത്തട്ടോ. പെരുന്നാൾ ദിവസങ്ങളിൽ പിന്നെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് വിട്ടുവീഴ്ച നൽകുന്നത് ആരാണ്? ഇപ്പൊ ജിന്ന വിഭാഗത്തിന്റെ തലതൊട്ടപ്പനും അപ്പോസ്തലനുമായിട്ടുള്ള അബ്ദുൽ ഹക്ക് സുല്ലമി എഴുതിയിട്ടുള്ള ബുഖാരിയിലെ പരിഭാഷ വായിക്കണേ. അബ്ദുസലാം സുല്ലമിയോ മടവൂരോ CP-യോ ഷബാബൊന്നല്ല. ഇതില് ഇപ്പൊ കണ്ടങ്ങള് പെരുന്നാൾക്ക് വിട്ടുവീഴ്ച നൽകുന്നു. അതെങ്ങനെ കൂട്ടരെ പെരുന്നാൾക്ക് ഹറാമ് ഹലാലാകുക? എങ്ങനെ ഈ പിന്നെ കള്ളന്നങ്ങനെ ഹലാലാകുക? ഈ ഹറാമായ സംഗീതം ഹലാലാകണമെങ്കിൽ ഇതില് പറയാണ്, പിന്നെ 512 നമ്പറായിട്ട് ഉദ്ധരിക്കാണ്, കേട്ടോളൂ. ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ദഖല അബൂബക്കർ വഇൻദി ജാരിയതാൻ മിൻ ജവാരിയൽ അൻസാർ തുഗന്നിയാനി ബിമാ തഖാലത്തിൽ അൻസാർ യൗമ ബുആസ് ഖാലത്ത് വലൈസന ബിമുഗന്നീൻ ഫഖാല അബൂബക്കർ അമസാമീറു الشيطان في بيت رسول الله صلى الله عليه وسلم وذلك في يوم عيد فقال رسول الله صلى الله عليه وسلم يا أبا بكر إن لكل قوم عيدا وهذا عيدنا أخرجه البخاري في كتاب العيدين. കണ്ടോ? എന്നിട്ടോ ബാബു സുന്നത്തിൽ ഈദൈൻ ലി അഹ്ലിൽ ഇസ്ലാം, അതായത് കിതാബുൽ ഈദൈൻ, രണ്ട് പെരുന്നാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ആ കിതാബിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താ ഈ അദ്ദേഹത്തിന്റെ പേര് അറിയങ്ങള്? മുസ്ലിം സഹോദരങ്ങൾക്ക് രണ്ട് പെരുന്നാൾ ദിവസം സുന്നത്തായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അധ്യായം. അപ്പൊ എന്തായി, ഈ ഇവര് ഹറാം എന്ന് പറയുന്ന സംഗതി സുന്നത്താണ് എന്നാ വരുന്നത്. ഇവര് ഹറാമാണെന്ന് പറയുന്ന ഈ സംഗീതവും കാര്യങ്ങളൊക്കെ സുന്നത്താണെന്നാ വരുന്നത്. എന്താണ് കൂട്ടരെ? ആദ്യം കൊടുത്ത അർത്ഥം നമുക്ക് വായിക്കാം. ഞാൻ വായിക്കല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. എന്റെ അടുക്കൽ അയൽപ്പക്കക്കാരായ രണ്ട് അൻസാരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ യുദ്ധ ദിവസത്തിലെ അൻസാരികളുടെ സംസാരം ഉദ്ധരിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവർ രണ്ടുപേരും പാട്ടുകാരികളായിരുന്നില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണോ പിശാചിന്റെ ഹാർമോണിയം? അടിവരയിട്ടോളൂ. ഞാനല്ല ഇത് പറയുന്നത്, അബ്ദുസലാം സുലമി അല്ല, CP അല്ല, മടവൂരല്ല, ഷബാബല്ല, മർത്തരാണ്. അബ്ദുൽ ഹക്ക് സുല്ലമി പറയാണ്. എന്താണ് എന്താ പറയണ? അദ്ദേഹം കൊടുത്ത അർത്ഥാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലാണോ പിശാചിന്റെ ഹാർമോണിയം? അത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹേ അബൂബക്കർ, എല്ലാ ജനതക്കും ഓരോ ആഘോഷമുണ്ട്, ഇത് നമ്മുടെ ആഘോഷമാണ്, പാടിക്കൊള്ളട്ടെ എന്നും അല്പമൊക്കെ വിനോദമാകാമെന്നും അർത്ഥം. ഇത് അയാളുടെ കൂട്ടിച്ചേർത്ത അർത്ഥത്തിന് പുറമെ. മനസ്സിലായ കൂട്ടരെ? അപ്പോ ഇതിനൊക്കെ ഒന്ന് ഉത്തരം പറയണമെങ്കിൽ ഇത് ഞാൻ ആവർത്തനം ഭയം കൊണ്ട് ഇത് വായിക്കുന്നില്ല. ഇനി CP സലാഹുദ്ദീൻ അദ്ദേഹമൊക്കെ നിങ്ങളുടെ നേതാവാണ്. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ജിന്നി വിഭാഗത്തിന്റെ നേതാവാണ്. ഇനി ഇഷ്ടം പോലെ ഹദീസുകൾ ഉണ്ട് ഈ വിഷയത്തില്. ഞാൻ പറഞ്ഞില്ല, 10-20 ഹദീസുകൾ, എങ്ങനെ നല്ല തങ്കം പോലുള്ള ഹദീസുകൾ ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ എവിടേക്ക് പോണത്? ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. മനസ്സിലായ നിങ്ങള്? അപ്പൊ നിങ്ങള് ഹദീസുകളെ ഒഴിവാക്കാണ്, തല്ലാണ് കൂട്ടരെ, ഹദീസുകളെ തല്ലാണ്. ഞാൻ ഒരു ലളിതമായ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു ലോജിക്കല്ലേ എന്ത്? ഹറാമായ കള്ള് പെരുന്നാൾക്ക് ഹലാലാവൂല്ലോ, ഹറാമായ കള്ള് ഈ പിന്നെ കല്യാണ ദിവസം ഹലാലാവൂല്ലോ,
പിന്നെ എങ്ങനെ ഈ ഹറാമായ സംഗീതം പെരുന്നാൾക്കും ഹറാമായ സംഗീതം കല്യാണ ദിവസവും ഹലാലാകണത്? ഇതിനെ അദ്ദേഹം മൈക്കെടുക്കുമ്പോൾ ഒന്ന് ഉത്തരം പറയണമെന്ന് പിന്നെ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും നല്ല രീതിയിലുള്ള ചർച്ചയാണ്. പിന്നെ എനിക്ക് അബൂ ഫർഹാൻ തന്നെ നെക്സ്റ്റ് മൈക്ക് എടുത്തോ. ഏതായാലും പിന്നെ ഞാൻ അബൂ ഫർഹാനോട് ചോദിക്കുന്നത്, നമ്മളിപ്പോൾ നാട്ടിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഈ ഹറാമാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ബസ്സിൽ കയറാൻ പറ്റുമോ? ചോദ്യം കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഫർസാം അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഉത്തരം അദ്ദേഹം പറയുന്നതുമില്ല. കാരണം മറ്റു ചോദ്യത്തിന് വ്യക്തത വരാൻ വേണ്ടി സയ്യിദ് സലമി ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാമെന്ന് ചോദിച്ചു. അതുകൊണ്ട് പ്ലീസ് ദയവായി ആരും അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹത്തിന് ഉത്തരം പറയുന്നത് പറഞ്ഞോട്ടെ. അസ്സലാമലൈക്കും. അസ്സലാമു അലൈക്കും. പിന്നെ ഉടുക്ക് കൊട്ടി പാടുന്നത് കണ്ട ഏതെങ്കിലും മുസ്ലിങ്ങളെ പിന്നെ ഉടുക്ക് കൊട്ടി പാടുന്നത് ആരെങ്കിലും കണ്ടവരുണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഉടുക്ക് കൊട്ടിയിട്ട് ഈ ഉടുക്കിനെ നമ്മള് പിന്നെ പിന്നെ അറബി ഭാഷയിലെ ഒക്കെ അങ്ങനെ തെരഞ്ഞ് പിന്നെ 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 അങ്ങനെ പിന്നെ അങ്ങനെ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് എത്ര വന്നാലും ഇവിടെ മലയാളത്തേക്ക് വരുമ്പോഴത്തേ എത്തുന്നുള്ളൂ. ഈ ചെറിയ രണ്ടാറ് സാധനം ഉടുക്കുമ്പോഴേക്കേ എത്തുന്നുള്ളൂ. അപ്പൊ ഉടുക്ക് കൊട്ടി പിന്നെ പിന്നെ അല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നിട്ടോ. ഇനി ഉടുക്കിന് എന്താണെന്ന് വിശദീകരിച്ച് പറയാന്നുള്ള അതൊന്നും പറഞ്ഞു തന്നെ. ഇത് കണ്ട ഇത് മുസ്ലിം ഒരു സ്ഥലത്ത് മാത്രമാണ് പിന്നെ ഞാന് പിന്നെ ഉടുക്ക് കൊട്ടുന്നത് പിന്നെ ഇതിൽ കേട്ടിട്ടുള്ളത്. അത് എവിടെ നിങ്ങള് മുസ്ലിങ്ങളെ കൂട്ടത്തില് അത് നമ്മളെ പിന്നെ റിഫായിമാലിയിലാണ്. മുന്നെന്തുടി മുട്ടി കഅബാന ചുറ്റുമ്പോൾ മക്കികളിമ്പീതി വേണ്ടെന്ന് ചെന്നോവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വരി അവിടെ മാത്രം ഉടുക്ക് കൊട്ടി പിന്നെ അത് ഇവരെ അടുത്ത ആളുകളുമാണ്. അല്ലാത്തൊരു കൂട്ടര് ഉടുക്കിനെ പറ്റി കേട്ടത് പിന്നെ ഇതുവരെ കേട്ടിട്ടില്ല. മൈക്ക്. അസ്സലാമു അലൈക്കും. അപ്പൊ അതിപ്പോ സംസാരിച്ച് ഇത്രയും സമയമായിട്ടും എന്ത് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഹദീസിനെ മുമ്പിലേക്ക് ഹദീസ് അല്ലാന്ന് അറിയണത്. അബൂ ഫർഹാൻ ഒരു ഹദീസ് പോലും ഇവിടെ വായിച്ചില്ല എന്നുള്ള രൂപത്തിലേക്ക് സംസാരിക്കണേ. മാത്രല്ല നേരത്തെ ഷിയാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഷിയാറാണോ എണ്ണീന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ക്ലിപ്പ് നിങ്ങൾ അത്തരം പച്ചക്കള്ളാണ് എന്റെ ആലോചിച്ചത്. അങ്ങനെ ഞാൻ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അതാണ് എന്റെ ചോദിക്കാൻ. ഇല്ലാത്തത് പറയല്ലേ. ഉള്ളത് ഞാൻ എന്റെ അടുത്ത് അന്ന് ആ ബുലൂഗിന്റെ കാര്യം തെറ്റുപറ്റിയതിന് അപ്പം സമ്മതിച്ചിട്ടുണ്ട് ഇല്ലേ? അതിവിടെയുള്ള ആൾക്കാരൊക്കെ കേട്ടാണ്. പക്ഷെ ഇല്ലാത്ത കാര്യം റസൂലിന്റെ പേരിൽ ഞാൻ കെട്ടിച്ചമച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെറുതെ എന്ത് ചെയ്യാ? അവസാനം ഇപ്പൊ എനിക്ക് പോകാനായില്ല. 10 രൂപയോളം നീട്ടി കൊണ്ടുപോയി ഒരു തെളിവില്ല, ഒരു ന്യൂനതയില്ല. നിരവധി തെളിവുണ്ട് പറഞ്ഞിട്ട് ഒരു ന്യൂനതയും തൊട്ട് എന്നിട്ട് ഇപ്പൊ അവസാനം പറയും പിന്നെ അബൂ ഫർഹാൻ പോയി പോകാനാവും. കാരണം ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ പറയല്ലേ. പിന്നെ നിങ്ങൾ ഇബ്നു ഹസമിന്റെ കാര്യം പറഞ്ഞു. ഇബ്നു ഹസം പറഞ്ഞിട്ടുണ്ട് ഹലാലാണ്. ഇബ്നു ഹസമിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വായിച്ചിരുന്നു. ഇപ്പൊ ഏതായാലും ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ സമയം എത്രയായി? 10 ആവാനിവിടെ 10. അപ്പൊ അതുകൊണ്ട് എന്തെയില്ല, ഇന്ന് വായിക്കില്ല. ഇബ്നു ഹസമിന് കുറെ ആഹ്വാനമുണ്ടെന്നും കുറെ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും ഒക്കെ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് അങ്ങോട്ട് വായിച്ചു തരാം. ഇബ്നു ഹസമിന് ഗസാലിനൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് തെളിവ് ഉദ്ധരിക്കാൻ ഇബ്നു ഹസമിന് ഗസാലിനൊക്കെ പറ്റും. ഞാൻ അൽബാന്റെ ഖുർത്തുബിയൊക്കെ വായിച്ചാലോ പറ്റൂല. അതെന്ത് ന്യായമുള്ളത്? പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ എനിക്കൊരു സംശയം എന്താ ചോദിച്ചാല്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ അന്ന് ഇത് ആസ്വദിക്കാൻ പറഞ്ഞു എന്ന്, സംഗീതം ആസ്വദിക്കാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞൊരു ഹദീസ് ഒന്ന് കൊണ്ടുവരുന്നാല്, പെരുന്നാളിന്റെ അന്ന് സംഗീതം ആസ്വദിക്കാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസ് കൊണ്ടുവരി. ഓക്കെ. ഇപ്പൊ ഞാൻ ഉസ്താദിന്റെ ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പൊ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ക്ലാസ്സിലെ എല്ലാവരും പാടെ കൂടിയിട്ട് പല ചോദ്യങ്ങളും ബസ്സൊക്കെ ആയാലും എന്ത് ചെയ്യും, മുറുക്ക് കെട്ടിയ ആൾക്കാരെ കണ്ടിരുന്നു. ഇങ്ങോട്ട് മാത്രമേ ചോദിക്കണം, എല്ലാവരോടായിരിക്കും ചോദിക്കണേ. പക്ഷെ അതിനൊന്നും മറുപടി പറയാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കണില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോ ഇത് കൊണ്ടുപോയി അവസാനം ഒരു വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കി വന്ന് ഇഞ്ഞപ്പോ അവസാനം ഇത് ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഉസ്താദ്. ആ പേര് ഞാൻ ഉസ്താദിനെ പറഞ്ഞല്ലോ, ഇന്ന ആൾക്കാരെ വാദാണ്, അതിന്റെ വാദാന്ന് പറഞ്ഞ ആ പേര് ഉദ്ധരിച്ചുകൊണ്ട് അത്
ഞാനും റബ്ബ് നോക്കിക്കോളാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അബൂ ഫർഹാനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല മനസ്സോടുകൂടെ ചിന്തിക്കൂ. നിങ്ങൾ പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ മാറ്റിവെക്കൂ, ഹദീസുകൾ സ്വീകരിക്കൂ. പെരുന്നാൾ ദിവസം മിസ്മാർ, ഹാർമോണിയം ആസ്വദിച്ചു, ഉപയോഗിച്ചു. നബിയുടെ, അബൂബക്കർ സിദ്ദീഖിന്റെ, ആയിഷ ബീവിയുടെ സാന്നിധ്യത്തിൽ അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ എന്നുള്ള ഹദീസ്, തങ്കം പോലത്തെ ബുഖാരിന്റെ ഹദീസ്, അത് ഉദ്ധരിച്ച കിതാബിന്റെ പേര്, ബാബിന്റെ പേര്, ഇതൊക്കെ വായിച്ചിട്ടാണ് പിന്നെയും ഉപരി ചോദിക്കുന്നത്. ഇതിന് പിന്നെ വേറെ എന്തെങ്കിലും ചികിത്സയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. സുബ്ഹാനല്ലാ. ഞാൻ എന്താ അറിയോ, ഇതിന്റെ ന്യൂനത പറയാം. കാരണം 10:30 ആകാൻ ഇനി 3 മിനിറ്റുള്ളൂ. ഇതിന്റെ ന്യൂനത പറയാനല്ലേ ഇപ്പൊ അദ്ദേഹം ഈ പിന്നെ പ്രയാസപ്പെടുന്നത്. സുഹൃത്തുക്കളെ, അതായത് അൽ ബദറുൽ മുനീർ ഫി തഖ്രീജിൽ അഹാദീസ് വൽ ആസാരിൽ വാഖിഅ ഫി ശർഹിൽ കബീർ എന്ന് പറയുന്ന ഹിജ്റ 8-ാം നൂറ്റാണ്ടുകാരനായിട്ടുള്ള മഹാനായ മുഹദ്ദിസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ രേഖപ്പെടുത്തുന്നത്? ഇങ്ങനെയുള്ള ഈ ഇന്ന റബ്ബി ഹറമ അലയ്യൽ ഖംറ വൽ മൈസർ എന്ന് തുടങ്ങിയിട്ടുള്ള വൽ കൂബത്ത് നഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം ഉദ്ധരിച്ച് പറയാണ്, വഹാദിഹി തുർഖു കുല്ലുഹാ മഅലൂലതുൻ. ഈ ഹദീസുകളുടെ പരമ്പരകളെല്ലാം നിരവധി ഇല്ലത്തുകൾ ഉള്ളതാകുന്നു. കുല്ലുഹാ മഅലൂലതുൻ. മനസ്സിലായല്ലോ? കേട്ടോ നിങ്ങള്? ഏത് കിതാബ് കണ്ട അദ്ദേഹം എഴുതിയത്, ഏത് കിതാബ്? അപ്പോ ഇതിന് ഇപ്പൊ എന്താ പറയാ? ഇപ്പൊ ഞാൻ വായിച്ചില്ല, കിതാബിന്റെ പേര് വായിച്ചില്ല. ഞാന് കിതാബിന്റെ പേര് നിങ്ങൾ കേട്ടില്ല സുഹൃത്തുക്കളെ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. ഇദ്ദേഹം ഇത് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, സത്യം കണ്ടാലും സ്വീകരിക്കും തോന്നുന്നില്ല. കിതാബിന്റെ പേര് എഴുതി വെച്ചോളൂ, അൽ ബദറുൽ മുനീർ ഫി തഖ്രീജിൽ അഹാദീസി വൽ ആസാരിൽ വാഖിഅ ഫി ശർഹിൽ കബീർ എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. ഹിജ്റ 8-ാം നൂറ്റാണ്ടുകാരന്റെ ഗ്രന്ഥാണ്. മനസ്സിലായോ? അത് പോയി നോക്കൂ. ഇതൊക്കെ ഉണ്ട്. ഇനിയും നിങ്ങളിത് സ്വീകരിക്കും എന്നെനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. നിങ്ങൾ കുറെ കാലം പഠിക്കട്ടെ പോയി പഠിക്കും, ഇതിലുണ്ടോന്നൊക്കെ നോക്കി, ഇല്ലെങ്കിൽ അപ്പൊ ഒന്ന് പറയും എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ മഹാനായ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി, ഇനി അൽബാനിയെ ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറയണ്ട, മഹാനായ അൽബാനി റഹിമഹുല്ല, ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്, അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ, ആമീൻ. അദ്ദേഹം ഇത്തരം ഹദീസുകളെ എന്താ പറയുന്നത് അറിയങ്ങള്, ഇത്തരം ഹദീസുകളുടെ സനദുകളിലെ ന്യൂനതകൾ പറയുന്നുണ്ട്. അദ്ദേഹം പല ഇങ്ങനെയുള്ള ഹദീസുകൾ സഹിയാണെന്നും സ്വീകരിക്കാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലെ ഇത്തരം ഹദീസുകളിൽ വന്ന ന്യൂനതകൾ അദ്ദേഹത്തിന്റെ അടക്കം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് ന്യൂനതകൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ പിന്നെ ഇന്നല്ലാഹ ഹറമ അലയ്യ ഉമ്മത്തി അൽ ഖംറ വൽ മൈസറ വൽ, അദ്ദേഹം നേരത്തെ ഉദ്ധരിച്ചുള്ള ഒരു സംഭവം. അപ്പൊ അങ്ങനെയുള്ള ഹദീസുകളെ കുറിച്ചൊക്കെ എന്താ പറയുന്നത് അറിയങ്ങള്, എന്താ പറയുന്നത്, ഇസ്നാദുഹു ലഈഫുൻ, അതിന്റെ സനദ് ദുർബലമാകുന്നു. ദുർബലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതോടുകൂടെ കഴിഞ്ഞു. എന്നിട്ടോ ഫറജ് ബിൻ ഫലാല എന്ന് പറഞ്ഞ ആള് ലഈഫുൻ, അദ്ദേഹം ലഈഫാണ്. ലഅഫഹു ഇബ്നു മുഈൻ, ഇബ്നു മുഈൻ അദ്ദേഹത്തെ കുറിച്ച് ലഈഫാക്കിയിട്ടുണ്ട്. വന്നസായി, അദ്ദേഹം ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വബ്നുൽ മദീനി, ഇബ്നുൽ മദീനി അദ്ദേഹം ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ ബുഖാരി വ മുസ്ലിം വദ്ദാറുഖുത്നി വസാജി, മഹാനായ ഇമാം ബുഖാരി, മഹാനായ ഇമാം മുസ്ലിം, മഹാനായ ദാറുഖുത്നി ആരാണ്? അദ്ദേഹം അസാജി, ഇവരൊക്കെ ലഈഫാണെന്ന് പറയുന്നു. മനസ്സിലായ നിങ്ങൾക്ക് കാര്യങ്ങൾ? ശരിക്കും ഇതിങ്ങനെ എന്തല്ല പിന്നെ ഇതിന്റെ സനദിലൊക്കെ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നു. അപ്പോ ഇതൊക്കെ പറയാം. ഇത് പറയുമ്പോ എന്താണ്, അത് സ്വീകരിക്കും നിങ്ങൾ യാതൊരു പ്രതീക്ഷ. കാരണം എന്താ, ഈ ആളുകൾക്ക് ഹദീസുകളല്ല പ്രധാനം. ഞാൻ ഇവിടെ ചോദിച്ചല്ലോ, ഇതെന്തിന് ഇതൊക്കെ പോട്ടെ, കിതാബുകളും ന്യൂനതൊക്കെ അവിടെ മാറ്റിവെക്കാൻ നമുക്ക്. നമ്മള് എന്താണ് ഹറാമായൊരു കാര്യം ഈ പെരുന്നാൾക്ക് ഹലാലാകുക, അങ്ങനെയാണ് കല്ല് ഹലാലാകണ്ടേ? പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാ പിന്നെ ബാർക്ക് പോകൂലേ ആളുകള്? അതുപോലെ കല്യാണ ദിവസം ഇതെങ്ങനെയാണ് ഹലാലാകണ്? കല്യാണ ദിവസം ഇത് ഹാർമോണി ഉപയോഗിക്കാന്നാണല്ലോ. എന്താ ഈ പറയുന്നത്? അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഞാൻ പോവുകയാണ്, അതുകൊണ്ടാണ് മൈക്കെടുത്ത് മുന്നിൽ രണ്ടാൾക്കാരുണ്ടായിരുന്നത്. തെറ്റായെങ്കിൽ ഞാൻ നിർത്താം. ഹലോ, തെറ്റായി പോയോ? ഹലോ, ഓക്കെ. ഉസ്താദ് ബദറുൽ മുനീർ എന്ന് പറഞ്ഞിട്ടൊരു കിതാബൊക്കെ പറഞ്ഞ്, പക്ഷെ അതിന് ഒരു 8-ാം നൂറ്റാണ്ടുകാരനാണ്. ആരാണ് ആളെ പറയുങ്ങളേ, ഞാൻ ആളെ പറയൂ. ആരാണ് 8-ാം നൂറ്റാണ്ടുകാരൻ? നിങ്ങൾ തെരഞ്ഞു നോക്കി പോയി നോക്കി എന്ന് പറയല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിന്നെ പഠിപ്പിച്ചു തരുന്നില്ല ആവശ്യം നിങ്ങൾക്കില്ല. ഏ പിന്നെ മാത്രല്ല, പിന്നെ അൽബാനി റഹ്മത്തുള്ളാഹി അദ്ദേഹം ലൈഫാക്കി എന്ന് പറഞ്ഞിട്ട് അയാളെ സിൽസിലത്ത് ലൈഫുണ്ട്, അദ്ദേഹത്തിന് സിൽസിലത്ത് സഹീഹുണ്ട്. ലൈഫാക്കിയിലൊക്കെ ലൈഫിനിൽ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ ഹദീസിനെ കുറിച്ച് പറയണോ, ലഅഫഹു ലഅഫഹു എന്ന് പറഞ്ഞ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. നിങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ലഅഫഹു ലഅഫഹു എന്ന് വായിച്ചിട്ട് കാര്യമില്ല. ഈ ഹദീസ് അദ്ദേഹം കൊടുത്ത് ആ ഹദീസിന് അദ്ദേഹം ലഅഫഹു ഉണ്ടെങ്കിൽ പറയും, ഞാൻ സ്വീകരിക്കാം. എനിക്കത് ഇത് സ്വയാക്കണമെന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അതില്ലത് കാര്യങ്ങൾ പറയും. പിന്നെ എന്താന്ന് ചോദിച്ചാല്, ഞാൻ ഇത്രയും ദിവസം, അപ്പൊ ഇന്നത്തെ ദിവസം കഴിയാൻ പോവുകയാണ്. ഇനി ഞാൻ ഇറങ്ങിപ്പോയി നിങ്ങൾ പറയാൻ നിൽക്കരുത്. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് 2 മിനിറ്റൊക്കെ കേൾക്കാം നിങ്ങളെ സംസാരം. അപ്പോ അതുകൊണ്ട് ഈ അടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോഴെങ്കിലും ഇതിന്റെ ന്യൂനത കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണം. എനിക്ക് 8-ാം നൂറ്റാണ്ടുകാരന്റെ പുസ്തകം വായിച്ചത് ആരാം തെരഞ്ഞെടുക്കാനൊന്നും അത്രമാത്രം ഒരു അതിനുള്ള ഒരു ഇത് എന്റെ അതിന്റെ സോയ്സ് എന്റെ കയ്യിലില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് അതിനയാളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് ഏത് ഹദീസാണ് അദ്ദേഹം ലൈഫാക്കി, ഈ വിഷയത്തിൽ വന്ന ഹദീസ് ഉണ്ടാവും, ലൈഫായിട്ടുണ്ടാവും. ഈ വിഷയത്തിൽ സ്വയായി വന്നിട്ടുണ്ടെങ്കിൽ ഹദീസ് അത് സ്വീകരിക്കട്ടെ. അപ്പൊ അങ്ങനെ വ്യക്തത തരണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ വിഷയം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട അബ്ദുൽ മാലിക് സലഫിന്റെ ഒക്കെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം. അങ്ങോട്ടൊന്നും ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ ജന്നൂരിയായിട്ടോ നിങ്ങൾ വേറെന്തെങ്കിലും ആയിട്ടോ ഒക്കെ നിങ്ങൾ സംസാരിക്കുക, നിങ്ങളെ ശൈലി നിങ്ങളെ രീതി. അങ്ങോട്ട് ഇഞ്ഞങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട. അത് ഞാൻ തൊടാനും ആഗ്രഹിക്കില്ല. അപ്പൊ ഞാൻ വ്യക്തിപരമായിക്കൊണ്ടാണ് ഈ കാര്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാളെ ലേബലിൽ വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, 1/2 മിനിറ്റ് സുഹൃത്തുക്കളെ. അബ്ദുൽ മാലിക് എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയെ സംബന്ധിച്ച് ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. ഇതാണ് അബൂ ഫർഹാന്. അല്ലെങ്കിലും പ്രവാചകന്റെ പേരിൽ ഇല്ലാത്ത ഹദീസ് പറയണ നിങ്ങൾ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? അബ്ദുൽ മാലിക് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അബ്ദുൽ മാലിക് സലഫി എന്ന് പറഞ്ഞ ഒരാളുടെ ഗ്രന്ഥോ അദ്ദേഹത്തിന്റെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പോട്ടെ, അതൊക്കെ വിടാം. ഞാന് കിതാബിന്റെ പേര് പറഞ്ഞു. കിതാബിന്റെ പേര് പറഞ്ഞു. അപ്പൊ പറഞ്ഞിട്ടില്ല, വീണ്ടും പറഞ്ഞു. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പേര് കിട്ടണം അല്ലേ? ഇല്ല, ഞാന് ഒരിക്കലും അബ്ദുൽ മാലിക് എന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും നിങ്ങളടുത്ത് ആരോ ഉണ്ട്. ഞാൻ വായിച്ചത് അബ്ദുൽ ഹക്ക് സുലമി അമയൂര, അബ്ദുൽ മാലിക് എന്നുള്ള ഒരു ചങ്ങാതിനെ കുറിച്ചേ പറഞ്ഞിട്ടില്ല. എന്താണ് ആന എന്ന് പറയുമ്പോ ചേനാന്ന് മനസ്സിലാക്കി എന്താ ചെയ്യാ? ഇതാണ് ഈ ജിന്നൂരികളുടെ ഒക്കെ സ്വഭാവം തന്നെയാണ്. സമസ്തക്കാർ അതേ ക്വാളിറ്റി ഞങ്ങൾക്ക്. ഞാൻ സുഹൃത്തുക്കളെ, ഇനി ഇതേ ആ ഗ്രന്ഥത്തിന്റെ കർത്താവ് അതും കൂടെ ഒപ്പർക്ക് കിട്ടണം. ന്യൂനതാന്ന് പിന്നെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അത് മാത്രം ചോദിച്ചിരുന്നു. ന്യൂനത പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? കിതാബിന്റെ മുഅല്ലിഫിന്റെ രചയിതാവിന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ 8-ാം നൂറ്റാണ്ടുകാരന്റെ കിതാബൊന്നും കിട്ടൂല അത്രേ. ഇതേവിടെ എന്തെല്ലാം ഇമാം ഖുർത്തുബിയുടെയും ഇബ്നു ഹസമിനൊക്കെ അദ്ദേഹം പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചത്. ഇബ്നു ഹസമിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ്, നല്ല ഭക്തി, നല്ല പരലോക ചിന്തയാണുള്ളത്. ഹദീസുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച ഒരാള്. ഏതായിരുന്നാലും ഞാൻ ഈ പിന്നെ ഗ്രന്ഥത്തിന്റെ കർത്താവിനെ കുറിച്ച് പറയാം. മനസ്സിലായ നിങ്ങള്? സിറാജുദ്ദീൻ അബൂ ഹഫ്സ് ഉമർ ഇബ്നു അലി ഇബ്നു അഹ്മദ് അഷ്ശാഫിഈ അൽ മിസ്രി അൽ മുതവഫ ഹിജ്റ 804. അതാണ് അദ്ദേഹം മുഹദ്ദിസാണ്. മനസ്സിലായ നിങ്ങൾക്ക്? അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ബദറുൽ മുനീർ. മറുപടി ഉണ്ടെങ്കിൽ എന്നിട്ടേ എന്താണെന്നറിയ, ഈ വിഷയത്തിൽ സഹീഹ് ഉണ്ടാവും ലൈഫ് ഉണ്ടാവും ഒഴുക്ക മട്ടിൽ പറഞ്ഞു. അങ്ങനെയല്ല സുഹൃത്തെ. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള അദ്ദേഹം ഒരുപാട് ഹദീസുകൾ കൊടുത്തിട്ട് പറയാണ്, ഇതിന്റെ എല്ലാ ത്വരീഖുകളും എല്ലാ സനദുകളും ഇല്ലത്തുള്ളതാകുന്നു. മനസ്സിലായ നിങ്ങൾക്ക്? ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ
അള്ളാഹു ഞാൻ മലപ്രകാരം പറയുക ഇസ്ലാം അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പൊ ഞാനിവിടെ പേസ്റ്റ് ചെയ്തതിന്റെ പിന്നെ ഇതുണ്ടല്ലോ, അത് കുറെ നേരത്തെ നമ്മളെ ഈ സാഹിബിനോട് ചോദിച്ച പിന്നെ ഒരു ചോദ്യമാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ പിന്നെ വയലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ സൈസുലമ്മി പിന്നെ പറഞ്ഞ ഒരു വാക്കാണ് നബി എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുള്ളത്. ആ പറഞ്ഞ സമയത്ത് ആരും റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് തൽക്കാലം ആ സമയത്ത് നടന്ന പിന്നെ ടെക്സ്റ്റാണ് പിന്നെ ഈ അടിച്ചിട്ടുള്ളത്. ഇതിന്റെ ബാക്കിയുള്ള ഇത് സകല ആളുകളും പിന്നെ ഒരു കേട്ട കാര്യമാണ്. ഇതിനെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു നബി എങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ചോദ്യം. പറഞ്ഞ മൈക്ക് ഫ്രീ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് സമയമായി ഈ വിഷയമായിട്ടുള്ള ചർച്ച തുടർന്ന് മൈക്കെടുക്കണമെന്ന് തോന്നി. വളരെ താമസിച്ചാണ് ഇപ്പം റൂമിലെത്തുന്നത്. അതുകൊണ്ട് പിന്നെ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാറില്ല. ഏതായാലും എൻ്റെ ഒരു സംശയം, നമ്മുടെ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരം തരാൻ പറ്റുമല്ലോ. നമ്മളിപ്പോൾ മൊബൈലിൻ്റെ റിംഗ് ടൂൺ അതൊരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കായി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതിൻ്റെ അവസാനത്തെ, അതായത് ഈ മൊബൈൽ റിംഗ് ടൂണ് തുടക്കം ഈ ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൽ നിന്ന് മൊബൈലിലേക്ക് പകർത്തി അയക്കാം. അതുപോലെ ബസ്സിൻ്റെ ഹോൺ ആയിക്കോട്ടെ, ചില കാറുകൾ റിവേഴ്സ് എടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള പല നമ്മളിപ്പോൾ നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാച്ചിൻ്റെ, ചില ക്ലോക്കിൻ്റെ ടൈമിൻ്റെ ഇതായിക്കോട്ടെ, അതുപോലെ ചില വാച്ചിൻ്റെ ഇലക്ട്രോണിക് വാച്ചിൽ ഉണ്ടാകുന്ന ഇതായിക്കോട്ടെ, അതൊക്കെ ഒരുതരം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ്. നേരത്തെ നമ്മൾ സൈസുലമി പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഈ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് ഹറാം, ഏതൊക്കെയാണ് ഹലാൽ എന്ന് വേർതിരിച്ച് പറയാൻ പറ്റുമോ? കാരണം നമുക്കറിയാം, കള്ളെന്ന് വെച്ചാൽ അത് കുറച്ച് ഉപയോഗിച്ചാൽ തന്നെ അത് ഹറാമാണ്. കള്ളിൻ്റെ എല്ലാ മേഖലയിലുള്ള ലഹരിയായിട്ടുള്ള എല്ലാ ഹറാം തന്നെയാണ്. അതുപോലെ ഈ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കിൽ ഇങ്ങനത്തെ കാര്യമെല്ലാം ഹലാലും, അതുപോലെ മൊബൈലിലുള്ള റിംഗ് ടൂണും പലതരം റിംഗ് ടൂൺ അതൊക്കെ ഹലാലും, അതുപോലെ ഇത്തരം വലിയ വലിയ എന്താ പറയണ്ട റോക്ക് എന്ന് പറയുന്ന ഈ ടൈപ്പിലുള്ളതൊക്കെ ഹറാമ്. എങ്ങനെയാണ് നമുക്കിത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും? ഒന്ന് ആർക്കെങ്കിലും അറിയുന്ന ആളുണ്ടോ എന്ന് പറഞ്ഞു. മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 2002 മുമ്പുള്ള സമ്മേളനങ്ങൾക്ക് തികച്ചും മ്യൂസിക്കുള്ള പാട്ടുകളാണ്. വിളിക്കാൻ പന്നുകൊണ്ട് രചനയിലൊരു പാട്ടുണ്ട്, ഈ മണ്ടന്മാർക്കൊരു ചുക്കും തിരിയൂല, ഈ മണ്ണിൻ്റെ അടിയിൽ ശേഖരം വിളിച്ചാൽ കേൾക്കൂല, ഈ മമ്പുറം, ഇങ്ങനെയുള്ള ഒരുപാട് പാട്ട്. പോട്ടെ, നമ്മളെ സെജമീല് അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തിട്ട് അദ്ദേഹം മടവൂരിയായി നിൽക്കാം. അതേ മടവൂരിയായി KP മുഹമ്മദൊക്കെ, KN ഇബ്രാഹിം അലവി, KP അബ്ദുൽ ഖാദർ മൗലവി ഈ കാലഘട്ടത്തിൽ വരുന്ന എതിർക്കാതിൻ്റെ കാരണം എന്താണ്? അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ ഉസ്താദെ, നിങ്ങളിപ്പോ 8-ാം നൂറ്റാണ്ടിലെ ആള് എല്ലാ തുർക്കിലും വന്ന എന്താണ് അതിൽ ഇല്ലത്തുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ പറഞ്ഞ ഹദീസിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. നിങ്ങള് ആ ഹദീസ് വായിച്ചിട്ടല്ലേ അത് ഏത് പേജിലാന്ന് പറയും. സംസാരിക്കാൻ നേരമില്ല സുഹൃത്തുക്കളെ. ഇതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ഇത് നമ്മുടെ നാട്ടിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇതിന്റെ ഒരു വസ്തുത എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ വായിക്കാം. ഉസ്താദ് പറഞ്ഞാൽ ഞാൻ തെറ്റിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. വായിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ അതിന് നിങ്ങൾ മറ്റു രൂപത്തിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദേഹത്തോട് നമ്മള് പറയാൻ പറ്റുന്ന അത്രയും പറഞ്ഞു കൊടുത്തു. ന്യൂനത പറയാൻ വേണ്ടിയിട്ട് എത്ര വട്ടം അദ്ദേഹം പറഞ്ഞു. ന്യൂനത പറഞ്ഞു, അദ്ദേഹം പോയി ന്യൂനത പറഞ്ഞു കൊടുത്തു. ആ കിതാബ് പറഞ്ഞു കൊടുത്തു. അപ്പൊ കിതാബ് പറഞ്ഞു കൊടുത്തില്ലായിരുന്നു, വീണ്ടും കിതാബ് പറഞ്ഞു കൊടുത്തു. അതിന്റെ രചയിതാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്താ കുഴപ്പം? രചയിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോ 8-ാം നൂറ്റാണ്ടുകാരനല്ലേ? എന്താ 8-ാം നൂറ്റാണ്ടുകാരൻ ഈ ലോകത്തുണ്ടായതല്ലേ? 8-ാം നൂറ്റാണ്ടുകാരന് പറയാൻ പറ്റൂല. അതേ പോയി 8-ാം നൂറ്റാണ്ടുകാരന് പറയാൻ പറ്റില്ല. ഇപ്പോ
ഈ 5 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് മരണപ്പെട്ട അൽബാനിനെ കുറിച്ചൊക്കെ പറയാം. നിങ്ങൾ ആലോചിച്ചു, ഇവര് എന്തൊരു പൊട്ടത്തര ഈ പറയുന്നത്. ഇവിടെ ഷെയ്ഖ് അൽബാനി മരണപ്പെട്ടിട്ട് അധികം ഒന്നും ആയിട്ടില്ല. 8 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ഉണ്ടാകും ഏകദേശം, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോ അദ്ദേഹത്തെ കുറിച്ചൊക്കെ എന്തും പറയാം, 8ാം നൂറ്റാണ്ടുകാരനെ കുറിച്ച് പറയുന്നില്ല. എന്നിട്ടോ അതില് വീണ്ടും 2 തവണ വായിച്ചു വഹാദിഹി തുറുക്കു കുല്ലുഹാ. കുല്ലുഹ എന്ന് പറയുന്ന അർത്ഥം, ഈ കുല്ല് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയും മലപ്പുറക്കാരനും പിന്നെ അതാവുള്ള MM വേങ്ങരി വഴത്തുള്ളിയൊക്കെ എന്ന് പറയും. കുല്ല് പറഞ്ഞ അർത്ഥം കുല്ലു ബിദ്അത്തൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? കുല്ല് പറഞ്ഞ അർത്ഥം ഒന്ന് ടൈപ്പ് ചെയ്യൂ സുഹൃത്തുക്കളെ. മുഴുവൻ, കണ്ടോ, മുഴുവൻ എല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഹദീസുകളുടെ പരമ്പരകളെല്ലാം ാണ്, ദുർബലമായതാണ്, അല്ലെങ്കിൽ ന്യൂനതകളുള്ളതാണ് എന്നാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് ഈ ഹദീസിനെ കുറിച്ച് എവിടെയെന്ന്, ഈ ഹദീസിനെ കുറിച്ച് ഇനിയുണ്ട്. ഇതുണ്ടല്ലോ, സത്യത്തില് ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചപ്പോഴ കുറച്ച് ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോഴത്തിന് സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹിനെ സ്തുതിക്കണം കേട്ടോ. എത്ര സത്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നറിയോ. 1999 മരണപ്പെട്ടല്ലേ, എന്നുവെച്ചാല് 16 കൊല്ലമായിട്ടുണ്ടാവും അല്ലെ, ഏകദേശം 16 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറയാം, 8ാം നൂറ്റാണ്ടുകാരനെ കുറിച്ച് പറയാൻ പറ്റൂല. എന്താണിപ്പത്? പോട്ടെ, ഈ ഹദീസിനെ കുറിച്ച് ഇനിയുണ്ട്. എന്താണ്, ഞാനിപ്പോ ഇൻഷാ അല്ലാഹ് വരുമ്പോ വേണമെങ്കിൽ വായിക്കാം. ഷെയ്ഖ് അൽബാനിയുടെ സിൽസിലകളിൽ തന്നെ ഈ ഹദീസുകളുടെ പരമ്പരയിൽ വന്നിട്ടുള്ള ഫറജ് ഇബ്നു ഫുലാല, ഇബ്നു ഇസ്ഹാഖ് പോലെയുള്ള ചില ആളുകളുടെ പേരെടുത്ത് പറയാം, അവര് ലഈഫാണ്, മുൻകറാണ്, അങ്ങനെയുള്ള വ്യക്തികൾ ഇതിന്റെ പരമ്പരകളിൽ ഉണ്ടെന്നാ. അല്ലെങ്കിലും കൂട്ടരെ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിനെതിരായിട്ട് അബൂദാവൂദിൽ ഹദീസ് വരുമോ? ഇനി അത് തെളിവാണെന്ന് സങ്കല്പിക്കുക എന്നാൽ തന്നെ ഉടുക്കുന്ന കിട്ടുള്ളൂ. ഉടുക്കെന്ന് വേറെ ആള് പറയാണ്, അല്ല അതിന് നെറുത്ത് പകിട കളി നടത്തണ്ടെന്ന് പറഞ്ഞാല് അപ്പോഴും എന്താണ്, ചെണ്ടക്കും ചെറിയ ചെണ്ടക്കും ഹറാമെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ അർത്ഥം പറയുകയാണെങ്കിൽ അത്ര വളരെ ഒരു പുൽക്കൊടി, അത് സഹിയാണെങ്കിൽ തന്നെ ഒരു പുൽക്കൊടി ആയിട്ടുള്ള ഇത് അവർക്ക് പറ്റുള്ളൂ. മ്യൂസിക് ഹറാമെന്ന് ഒരിക്കലും ഒന്നും കിട്ടൂല. മനസ്സിലായാലോ? ഇത്ര മാത്രം ഒക്കെ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയമായിട്ട് ഇനിയും വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസം അതുപോലെ കല്യാണ ദിവസം ഒക്കെ പിന്നെ പറഞ്ഞ ഹദീസുകളുണ്ട്. ഹാർമോണിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് 20ഓളം ഹദീസുകൾ എന്റെ അടുത്തുണ്ട്. അതിലപ്പുറം ഉണ്ടാവട്ടെ, നമ്മൾക്ക് കുറഞ്ഞ അറിവുള്ള ആളല്ലേ. പിന്നെ സ്വഹാബികള് ഇത് ഉപയോഗിച്ചു, നബി ഇത് ഉപയോഗിച്ചു, ഇത് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ടെന്ന്. എന്താ ഇപ്പൊ ഇതിലും വേറെ അതിലപ്പുറം ഇനി എന്താ വേണ്ടത്? അള്ളാഹു അൽഹംദുലില്ലാ. ഞാൻ ഇന്നലെ ഇതിങ്ങനെ 2 ദിവസം ഇന്നലെ ഞാനൊക്കെ നോക്കിയപ്പോ അറിയാതെ റബ്ബിനെ സ്തുതിച്ചു, അറിഞ്ഞുകൊണ്ട് തന്നെ എന്നുവെച്ചാൽ റബ്ബിനെ സ്തുതിച്ചു പോയി. അൽഹംദുലില്ലാ. കാരണം അത്രയും നല്ല തെളിവുകൾ നമ്മുടെ ഭാഗത്തുണ്ട്. പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ പിന്നെ മദ്ഹബിന്റെ പിന്നെ പക്ഷപാതിത്വം അതിനെക്കാട്ടി അപ്പുറമാണ് ഈ കൂട്ടക്കാർക്ക് ഏതെങ്കിലും ഒരു വ്യക്തി പിന്നെ ഒരു സൈസ് ഒരു മദ്ഹബിന് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഈ പിന്നെ അൽബാനി ആണെങ്കിലും ആരെടുക്കുകയാണെങ്കിലും ഇപ്പൊ പിന്നെ ജക്കരിയ ആണെങ്കിലും ഇനി ഒരു പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പിന്നെ കുറച്ചും കൂടി മുമ്പത്തെ ആളുകളൊക്കെ വിടും. അത് ഇപ്പോ നമ്മളെ പിന്നെ സുബൈരിയാക്കള്, അതായത് നിലവിലുള്ള ആളുകളൊക്കെ തന്നെ പിന്നെ 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 കൂടുതൽ ഇത് വരുള്ളൂ. അതായത് ഇടക്കാലത്ത് വന്ന പിന്നെ 5ാം മദ്ഹബും 6ാം മദ്ഹബും ഇനിയിപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കുറെ പിന്നെ ശിഷ്യന്മാർ പിന്നെ ആരൊക്കെ ഉണ്ടോ ഈ ആളുകൾക്ക് മുഴുവൻ, കാരണം മറ്റുള്ളവരൊക്കെ ഒഴിവാക്കും. ഈ മുൻകഴിഞ്ഞ ആളുകളെ മൊത്തം ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, ആ ആളുകൾക്ക് കുറച്ചു കൂട്ടം, ഓരോ ആളുകൾക്കും കുറച്ചു കൂട്ടം ആ മദ്ഹബ് ആ അവസ്ഥയ്ക്ക് പിന്നെ ഇത് മാറാൻ പോണ എല്ലാ ലക്ഷണവും പിന്നെ കാണുകയാണ്. മൈക്ക്. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഞാനിപ്പോ ആദ്യം കുറച്ച് കാലത്ത് ഇനിയിപ്പോ ഈ സൗദിയിൽ വന്ന സമയത്തൊക്കെ ഇവര് മ്യൂസിക്കിന്റെ ഒറ്റക്ക് വെക്കുമ്പോൾ വല്ലാണ്ട് തുള്ളു. അതോ നരകത്തിന് പൊരിയുന്ന മാതിരിയുള്ള തുള്ളലാണ്. ഞാൻ വളരെയധികം ആഗ്രഹിച്ചോയോ എന്നെ ഇതൊക്കെ ഹറാമായിരിക്കും. പക്ഷെ ഇപ്പോ അതിനെപ്പറ്റി വിവാദം വന്നപ്പോഴാണ് ശരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എത്രത്തോളം നമ്മൾ ഈ എന്താന്ന് പിന്നെ അതിക്രമിച്ച് കടന്നുപോയി എന്നുള്ളതാണ്. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഞാൻ മത്സ്യം വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
ഇവർ കഴിക്കുന്ന പിന്നെ ഇന്നിപ്പോ ഹലാലുള്ള സാധനങ്ങളൊക്കെ ലീസ്റ്റാക്കി തന്നാല് നാളെ ഇവർ പറയുമ്പോൾ ഇന്നലെ നിങ്ങൾ ഹലാക്കിയതാണല്ലോ ഇന്നെങ്ങനെ ഹറാമാക്കി, നാളെ ഇവർ മത്സ്യ ഹറാമെന്ന് പറഞ്ഞേക്കും നമുക്കൊരു പേടി. കാരണം ശവങ്ങളല്ല ഹറാമെന്നല്ല. അപ്പോൾ ഈ മത്സ്യത്തിനെ പിന്നെ തിന്നാനും പറ്റി വളർത്തി പോയിട്ട് കത്തിയായിട്ട് മൊഴിയാളൊക്കെ പോയിട്ട് മറ്റേ ആ അക്കരത്തിൻ്റെ 3 എല്ലൊക്കെ മൊഴിയണം. ഇതൊക്കെ പഠിച്ചോളൂ, ഇതെങ്ങനെ സാധിക്കും? അതൊരു വല്ലാതൊരു കാര്യം തന്നെ. ഏതായാലും ഇങ്ങനെയുള്ള ഒഴിവ് എന്താണ് ഇത്രയധികം നമ്മളെ നാട്ടിൽ ഇപ്പോൾ പുറന്തള്ളിയതൊക്കെ. ഞാൻ ഇവിടെ നമ്മളെ പാലക്കാട് സമ്മേളനത്തിന്റെ പ്രചരണത്തിനായിട്ട് KP മുഹമ്മദ് ഉലവിയും പിന്നെ നമ്മളെ നേതാക്കന്മാരും വന്നപ്പോൾ ഒനൈതയിൽ വെച്ച് ഞങ്ങളിങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ച് ചർച്ച ഉണ്ടായി. വളരെ കുറച്ച് പ്രവർത്തകർ അന്ന് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ചോദിച്ച് നമ്മൾക്കിപ്പം മറ്റുള്ള പിന്നെ ഈ തമിഴ്നാട്ടിലും മറ്റുള്ള പിന്നെ തൊഴിൽ ജമാഅത്തിന്റെ ആൾക്കാരും മറ്റുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഐക്യം ഉണ്ടായിക്കൂടെ, എന്നാൽ പിന്നെ നമുക്ക് പ്രവർത്തനത്തിന് സൗകര്യമല്ലോ എന്ന് പറഞ്ഞപ്പോൾ KP അന്ന് പറഞ്ഞ വാക്ക് ഒരുപാട് കാര്യം അവരെ നമ്മൾ പുറന്നല്ലേ കുറെ കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. അത് നമുക്ക് വിഷമാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വളരെ നല്ല